ബൈജുരാജ്. ഹായ് ഹായ് ബൈരേജ് ചേട്ടാ, ഹായ്. ഹായ്. ഇന്ന് ഇങ്ങനെയൊരു വിഷയം തന്നപ്പം എനിക്ക് ഉള്ളുകൊണ്ട് ഒരു ഒരു ചിരി പൊട്ടി എന്ന് തന്നെ പറയാം. കാരണം ഇന്ന് എൻ്റെ ഒരു ശാരീരികാവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ കാലെല്ലാം കൂടെ മന്ത് പോലെ വലിയ സൈസിലിരിക്കുക. അപ്പൊ എനിക്ക് പാകത്തിന് ഇവിടെ എൻ്റെ ചെരുപ്പ് പോലും പറ്റുന്നില്ല, ചെരുപ്പ് ഇടാൻ പറ്റുന്നില്ല, അത്രയും വീർത്തിരിക്കുക കാൽപാദം. അപ്പോഴാണ് നമുക്ക് പിന്നെ 12x12 4-ാം പടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വിഷയം വരുന്നത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. അതായത്, തനിക്കിണങ്ങുന്ന ചെരുപ്പുകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അയാൾ അതും അണിഞ്ഞ് ഒടുവിൽ താൻ നേരായ വഴിയിലെത്തിയിരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെ നടക്കാൻ തുടങ്ങണം. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്താനും നമ്മളെ ഫുഡ് സ്റ്റെപ്പിങ്ങുമായിട്ട് ബന്ധപ്പെടുത്താനും സാധിക്കുക എന്നുള്ളതാണ്. തനിക്കിണങ്ങുന്ന ചെരുപ്പുകൾ എന്നാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാകാം, എല്ലാവർക്കും എല്ലാ ചെരുപ്പും ഇണങ്ങില്ല. ഓരോരുത്തർക്കും അവർക്ക് ചേരുന്ന ചെരുപ്പ് തന്നെ വേണം. അപ്പോഴേ നമ്മൾ കംഫർട്ടബിൾ ആകുന്നു, അല്ലേ? ടു ബിഗ് ഫോർ ഹിസ് ബൂട്ട്സ് എന്നൊരു ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെ പറയും. ചില സമയത്ത് നമ്മൾ അഹന്ത മൂത്തട്ടെ നമ്മൾ വല്ല പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും അതിന് സായിപ്പ് പറയുന്നൊരു ഭാഷയാണത്. ഈസ് ആക്ടിങ് ആസ് ഇഫ് ഈസ് ടു ബിഗ് ഫോർ ഹിസ് ബൂട്ട്സ്. അപ്പം ഈ പാദരക്ഷ എന്ന് പറയുന്നതിന് പല മാനങ്ങളും ഉണ്ട്. ഒന്ന്, നമ്മളെ സംരക്ഷണം എന്ന് പറയുന്ന ഒരു മാനമുണ്ട്. ഓക്കെ, ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സാധനമാണ്. രണ്ടാമത്തെ മറ്റൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സഹായി എന്നുള്ളതിന്. അതായത്, നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന പാത അത് ഈ അത്ര സോഫ്റ്റ് ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. അത് ഇറ്റ്സ് എ റഫ് പാത്ത്. ചില ഭാഗങ്ങൾ നമ്മുടെ ജീവിതം അങ്ങനെയാണല്ലോ. എല്ലായ്പ്പോഴും നല്ല വഴിയൊന്നും നല്ല ടാറിട്ട റോഡൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഇടവഴിയിലൂടെയൊക്കെ പോകേണ്ട വരും. ചിലപ്പം ഈ കൂർത്ത കല്ലുപാകിയ സ്ഥലങ്ങളിലൂടെ പോകേണ്ട വരും. അപ്പോഴൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നത് നമ്മുടെ പാദരക്ഷയാണ്. പക്ഷേ എല്ലാം നമുക്ക് ചേരില്ല. മറ്റൊരാളുടെ കാലിൽ കിടക്കുന്ന ഒരു ഭംഗിയുള്ള ഒരു പാദരക്ഷ നോക്കിയിട്ട് നമ്മൾ അതുപോലത്തെ ഒരെണ്ണം എനിക്കും എന്ന് വിചാരിച്ചില്ലെങ്കിൽ അയാളിട്ടിരിക്കുന്ന അത് നമ്മൾ വാങ്ങി അണിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചേരില്ല. അവിടെയാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുള് അടങ്ങിയിട്ടുള്ളത്. അതായത്, ഒരു വൈവിധ്യമുണ്ട് എന്നുള്ളത്. തിരഞ്ഞെടുപ്പ് വളരെ കൃത്യതയോടുകൂടി നടത്തേണ്ട ഒരു കാര്യമാണ്. മീറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ഷെയറിങ് കേൾക്കുമ്പോൾ ഒന്നും എല്ലാവർക്കും അനുയോജ്യമായിക്കൊള്ളണമെന്നില്ല. 10 പേര് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരാൾ പറയുന്നതിൻ്റെ ഒരു ഭാഗം നമുക്ക് പറ്റിയതാണെന്ന് തോന്നും. അതാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്, അല്ലേ? അല്ലാണ്ട് എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മൾ ഏറ്റെടുക്കുന്നില്ല, നമ്മളത് തിരഞ്ഞെടുക്കുന്നില്ല. ചിലത് നമുക്ക് ചേരും, ചിലത് ചിലപ്പോൾ ചേർന്നില്ല എന്ന് വരും. അപ്പൊ ചേരുന്നത് നോക്കി കണ്ടുപിടിച്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളത് അതൊരു വലിയൊരു ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പറ്റാത്തത് വാങ്ങിയിട്ട് നമ്മൾ അതിനെയും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തും അനുനിമിഷവും നമുക്ക് അലോസരം ഉണ്ടാക്കുന്നൊരു കാര്യം. ഒരുപക്ഷെ നമ്മളെ കൂടെയുള്ള ഒരാൾക്കത് വളരെ അനുയോജ്യമായിരിക്കും, പക്ഷേ നമ്മൾക്ക് അത് ഒട്ടും തന്നെ ചേരാത്ത ഒരു കാര്യം. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട്
സൂക്ഷ്മതയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അപ്പോഴാണ് ഇതൊക്കെ പൊന്തി വരുള്ളൂ, ഈ വക കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ആദ്യം പരിശോധിക്കേണ്ട ഒരു കാര്യം, ഞാനത് 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ളതിൽ തന്നെ ഉള്ളൊരു വരി വെച്ചിട്ട് തുടങ്ങും. അതിൽ പറയുന്നത് നമ്മുടെ അംഗീകൃത പുസ്തകത്തിലെ വരിയാണ്: മനുഷ്യർ ഒരിക്കലും തികച്ചും ഒരുപോലെയല്ല. വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. ആർക്ക് കേട്ടാലും അതിന് ഭിന്ന അഭിപ്രായമൊന്നും പറയാനില്ല. മനുഷ്യർ ഒരിക്കലും തികച്ചും ഒരുപോലെയല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എന്തൊക്കെ തരത്തിലുള്ള ഇതുണ്ട്. അടിസ്ഥാനപരമായിട്ട് സ്ത്രീയുണ്ട്, അല്ലെ? ലിംഗപരമായിട്ടുള്ള വേർതിരിവുണ്ട്. നമ്മൾ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം അവിടെ ഒരു വ്യത്യസ്തതയുണ്ട്. പിന്നെ എടുക്കുകയാണെങ്കിൽ ആരുടെ DNA ആണ് ഒരേപോലെയുള്ളത്? രണ്ടുപേരുടെ. ഇവൻ ട്വിൻസിന്റെ വരെ വേറെയാണെന്ന് പറയും. അവിടെയും വ്യത്യസ്തത നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓരോ കോശത്തിനകത്തും സ്ഥിതി ചെയ്യുന്ന ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന DNA, അത് ഡിഫറെൻ്റ് ആണ്. എൻ്റെ DNA ആയിരിക്കില്ല എൻ്റെ കുഞ്ഞിന് പോലും ഉണ്ടാകും. മറ്റ് നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്തരേഖകളാണ്, അല്ലേ? ഒരാളുടെയും ഫിംഗർ പ്രിന്റ്സ് മാച്ചിങ് ആയിരിക്കില്ല വേറൊരാളുടെ. അവിടെയും നമ്മൾ ആ വ്യത്യസ്തത വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ്സ് ഒക്കെ വേണമെങ്കിൽ അതിലേക്കൊരു എക്സാമ്പിൾ ആക്കി എടുക്കാം. നമ്മുടെ എ ബി ഒ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ പോസിറ്റീവ് നെഗറ്റീവ്, ഏതാണ്ടൊക്കെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാത്തിനകത്തും ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യർ ഒരിക്കലും തികച്ചും ഒരുപോലെയല്ല നമ്മൾ പുസ്തകത്തിൽ പറയുന്നത്. നമ്മൾ മുടി എടുത്തു കഴിഞ്ഞാൽ ചിലർക്ക് കളറേഷൻ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. മുടിയുടെ സ്ട്രക്ചർ വ്യത്യാസമുണ്ടാകും. നീളം മുടിയുള്ളവരുണ്ടാവും, കോലമുടി എന്ന് നമ്മൾ വിളിക്കും. ചിലർക്ക് ചുരുള മുടിയായിരിക്കും. പിന്നെ കണ്ണെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളറേഷൻ വ്യത്യാസം ഉണ്ടാകും. ബ്രൗണ്, ബ്ലാക്ക്, ഗ്രീനിഷ്, ബ്ലൂയിഷ്, അങ്ങനെ പല പല ഡിഫറൻസുകളാണ്. ഈവൻ നമ്മളെ ആകാരം, നമ്മൾ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളിൽ തന്നെ പൊക്കം കുറഞ്ഞവരുണ്ട്, നല്ല നീളമുള്ളവരുണ്ട്, നല്ല വണ്ണമുള്ളവരുണ്ട്, നല്ല മെലിഞ്ഞവരുണ്ട്. അപ്പം അവിടെ എല്ലാം ഈ ഡിഫറൻസ് ഇസ് വർക്കിംഗ് ഔട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യുണീക്ക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണെന്ന് പറയുന്നത്. അനന്യമായ വ്യക്തിത്വങ്ങളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് പ്രകൃതിയിലെല്ലാം കാണുന്നൊരു കാര്യം. നമ്മൾ എന്താ പറയുക, പുറത്തേക്ക് നോക്കി ഒരു മരത്തിലെ ഇലകൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ കോമൺ ആയിട്ട് ആ മരത്തിലുള്ള എല്ലാ ഇലകളെയും നമ്മൾ ഇല എന്നുള്ള ഒറ്റ വാക്കുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്, അല്ലെ? അതിനെ നമ്മൾ രേഖപ്പെടുത്തുന്ന ഒറ്റ വാക്കാണ് ഇല, മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ഇല മറ്റൊരു ഇലയിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഫാക്ട്. ഒരേ പോലത്തെ ഇലകളല്ല രണ്ടെണ്ണം. ആ വ്യത്യസ്തത അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഭാഷയുടെ പരിമിതി മൂലം നമ്മൾ ഇല എന്ന് മാത്രമേ അതിനെ വിളിക്കാം. മറ്റൊരു നിറത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പം പച്ച എന്ന് പറഞ്ഞാൽ ഒരു, നമ്മളെല്ലാത്തിനെയും പച്ച നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അതിനകത്ത് യാതൊന്നും ദർ ഇസ് നത്തിങ് സ്പെഷ്യൽ ഉണ്ട്. അതൊരു ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളർ. പക്ഷെ ഈ ഗ്രീനിനകത്ത് തന്നെ എന്തൊക്കെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ട്, പല പല പച്ചകളില്ലേ. അതിൻ്റെ സവിശേഷ ഗുണം എന്ന് പറയുന്നത് അതാണ്. അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് പല പല ഇളം പച്ച, കടും പച്ച, ചാണകപ്പച്ച, അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല പച്ചകളുണ്ട്. പക്ഷെ നമ്മളിത് പച്ച എന്നേ പറയുള്ളൂ. ഒരു തമാശയുണ്ട്. അതായത് കെട്ടിയോൻ്റെ അടുത്ത്, ചേട്ടാ എനിക്കൊരു പച്ച സാരി വേണമെന്ന് പറയും. അപ്പം കെട്ടിയോൻ സ്നേഹപൂർവ്വം വൈകുന്നേരം ജോലി വിട്ട് വരുന്ന സമയത്ത് ഒരു പച്ച സാരി ആയിട്ട് വരും. അപ്പോഴാണ് കെട്ടിയോള് പറഞ്ഞത്, ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചത് ഈ പച്ചയല്ല. അതാണ് ആ വൈവിധ്യത്തിന്റെ ഒരിത്. അവൾക്കത് ചേരാത്തൊരു സാധനം. കാര്യം അത് പച്ച തന്നെയാണ്, പക്ഷെ ആ പച്ചയല്ല അവൾ ഉദ്ദേശിച്ച പച്ച. അപ്പൊ there becomes അവിടെ ആ ഡിഫറൻസ് വരുന്നു. അങ്ങനെയാണ് നമ്മൾ
ഈ സാമാന്യവും സൂക്ഷ്മവും എന്നുള്ള രണ്ട് ദ്വന്ദ്ങ്ങൾ വരുന്നു. വൺ ഇസ് ജനറൽ ആയിട്ട് നമ്മൾ സാമാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത്. സൂക്ഷ്മം എന്ന് പറയുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഇത് തന്നെ എടുക്കാം. ഇപ്പം സാമാന്യമായിട്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ്, നമ്മളെല്ലാം മനുഷ്യരാണ്. ഓക്കെ. പക്ഷേ ഇവിടെ മനുഷ്യർ വ്യത്യസ്തമാണ്. സ്പെസിഫിക് ആയി നോക്കുമ്പം ബൈജുരാജ് വേറെയാണ്, അല്ലെങ്കിൽ ഷിബു വേറെയാണ്, അരുൺ കോശി വേറെയാണ്, ഒക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷെ നമ്മളെല്ലാം ഒരു കുടക്കീഴിൽ മനുഷ്യൻ എന്നുള്ള ഹോമോസാപ്പിയൻസ് എന്നുള്ള അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം. മദ്യാസക്തർ, നമ്മൾ അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു വിളിയാണ്. നമ്മൾ ആൽക്കഹോളിക്സ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു term. പക്ഷെ പലതരം മദ്യാസക്തി ഇല്ലേ നമ്മുടെ ഇടയിൽ തന്നെ? എന്തൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള മദ്യാസക്തികളുണ്ട്. നമ്മൾ ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലര് നമ്മൾ വിളിക്കില്ലേ ബിഞ്ച് ഡ്രിങ്കേഴ്സ് ആയിരുന്നു. അതായത് ചിലപ്പോൾ ഒരു 3-4 ദിവസം അടുപ്പിച്ച് നന്നായി കുടിക്കും, പിന്നെ ചിലപ്പോൾ ഒരു 3-4 മാസം കഴിക്കാതിരിക്കും. പക്ഷെ ചിലരുണ്ട് എല്ലാ ദിവസവും കഴിക്കുന്ന ആൾക്കാർ, ചിലരുണ്ട് വൈകിട്ട് മാത്രം കഴിക്കുന്ന ആൾക്കാർ. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് വരുമ്പോഴാണ് ഈ വൈവിധ്യം വരുന്നത്. അതുവരെ എല്ലാം മദ്യാസക്തരാണ്, നമ്മളെല്ലാം ഒറ്റ വാക്കിനകത്ത് കൊള്ളാവുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ സൂക്ഷ്മത്തിലേക്ക് വരുന്ന സമയത്ത് എവ്രി വൺ ഇസ് ഡിഫറെൻറ്റ്. നമ്മൾ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് തന്നെ പല പല തരത്തിലുള്ളതാണെന്ന് നമുക്കറിയാം. ഏതൊക്കെ ചിലര് റമ്മ് പ്രിഫർ ചെയ്യുന്നു, ചിലർ വിസ്കി, ചിലർ ബ്രാൻഡി, അങ്ങനെ പല ബ്രാൻഡ് പ്രിഫർ ചെയ്യുന്നവരുണ്ടാവും. അവസാനമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് കിട്ടിയാലും കുടിക്കുന്ന രീതിയിലേക്ക് എത്തി എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ ജനറലും സ്പെസിഫിക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇവിടെ എല്ലാം നമുക്ക് ഈ ചേർച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. അതവിടെ തലയുടെ പുറകുവശത്തെന്ന് വെച്ചു നമുക്ക് പറ്റിയത് എന്നുള്ള ഒരു കാര്യം. ഇനി സുബോധാവസ്ഥയിലേക്ക് വരാം. മദ്യാസക്തരെ പറ്റി നമ്മൾ സുബോധാവസ്ഥയിലേക്ക് വരുമ്പോൾ തന്നെ പലർക്കും പലതരത്തില് പല രീതിയിൽ സുബോധാവസ്ഥ എഫക്റ്റ് ചെയ്യുന്നു അല്ലേ? ചിലര് എത്ര കൊല്ലം സുബോധവാന്മാരായി കഴിഞ്ഞാലും അവരുടെ മുഖത്തൊന്നും വലിയൊരു സംതൃപ്തിയോ സന്തോഷമോ ഒന്നും പ്രകടമായിട്ട് അങ്ങോട്ട് കാണാൻ സാധിക്കാത്ത അവസ്ഥകളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുക അവൻ നേരാൻ വണ്ണത്തില് സ്റ്റെപ്സ് ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഫെലോഷിപ്പിലേക്ക് വരുന്നുണ്ടാവില്ല, മീറ്റിങ്സ് മുടക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് മുഖത്ത് മ്ലാനത എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കമന്റ്സ് ഒക്കെ പാസ്സാക്കുമല്ലോ. നമുക്ക് അതിൽ എക്സ്പേർട്സ് ആണല്ലോ. അപ്പൊ എന്നിരുന്നാലും ചിലർക്കാണെങ്കിൽ ഒരു വന്ന് നമ്മള് ഏല് പ്രവേശിച്ച് ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ഭയങ്കര പ്രസന്നവതരായിട്ട് കാണാം. അവർക്ക് പെട്ടെന്ന് ആ ഡിഫറൻസ്, ആ സോബ്രൈറ്റിയുടെ ആ ബ്രൈറ്റ്നെസ് അത് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പൊ അതാണ് മദ്യാസക്തി പോലെ തന്നെ സുബോധാവസ്ഥയിലും എല്ലാവരും ഒരുപോലെയല്ല. ഇനി ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രവേശിക്കും. ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് പോലും എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ളത്. നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ചോയ്സ് അവിടെ കിടക്കും. അതിനകത്തുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് അങ്ങനെ ഒരു കാര്യം പലപ്പോഴും നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ നടക്കുന്ന കാര്യം. ഇനിയിപ്പോൾ എന്താ ഒരു ഉദാഹരണം പറയാം. ഓക്കെ, ഇതെടുത്താ നമ്മളെ സ്ലോഗൻസ്, നമ്മൾ ഇപ്പോൾ മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്ലോഗൻസ് എടുത്താണ്. ഇത് വർക്കൗട്ട് ആവുന്നത് എല്ലാവർക്കും വർക്കൗട്ട് ആവുന്നു. ചിലർക്ക് ചിലതിനോട് വലിയൊരു ഇഷ്ടം തോന്നും. ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റിയ സ്ലോഗനാണ്. ഓക്കെ, അവരത് സ്പെസിഫിക് ആയിട്ട് അവരത് പിക്ക് ചെയ്തെടുക്കും. അത് തിരഞ്ഞെടുത്തിട്ട് അവൻ്റെ സുബോധാവസ്ഥയ്ക്കും അവൻ്റെ പിന്നീടുള്ള ജീവിതത്തിലേക്കും അവന് അനുയോജ്യമായി തോന്നിയ ചിലപ്പം ഒരു സ്ലോഗൻ ഇതായിരിക്കില്ല മറ്റേയാൾക്ക് ഇത് വളരെ ഒബ്സൊലീറ്റ് ആയിട്ട് തോന്നും.
കാരണം ഇത് അപ്രസക്തമായിട്ട് തോന്നുന്നു ആ സ്ലോഗൻ, ആ പർട്ടിക്കുലർ സ്ലോഗൻ. പകരം അയാൾക്ക് ഇഷ്ടപ്പെടുന്നത് വേറൊരെണ്ണമായി. അപ്പം അയാൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന സ്ലോഗൻസ് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല എന്നാണ്. ഓഫ് കോഴ്സ് അല്ലാതെ കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് നമ്മളിപ്പോൾ ഈ 1 day at a time എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ കോമൺ തിങ്. അതെല്ലാവർക്കും എപ്പോഴും പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷെ അതല്ലാതെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ലെറ്റ് ഗോ ലെറ്റ് ഗോഡ് എന്ന് പറയുന്ന നമ്മുടെ ഇടയിൽ തന്നെ നിരീശ്വരവാദികളുണ്ട്. അവർക്ക് ലെറ്റ് ഗോ ലെറ്റ് ഗോഡ് എന്ന് പറയുന്ന സമയത്ത് ആ ലെറ്റ് ഗോഡ് എന്ന് പറഞ്ഞ പോർഷൻ അൺഅക്സെപ്റ്റബിൾ ആയിരിക്കും, സ്വീകാര്യമായിരിക്കില്ല. അപ്പോൾ അവിടെ അവരത് അതിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല, ആ സ്ലോഗനിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല. അവര് പ്രാധാന്യം കൊടുക്കാത്ത അതേ സ്ലോഗൻ തന്നെ മറ്റൊരാൾ അമിതമായ പ്രാധാന്യം ചിലപ്പോൾ കൊടുത്തു. കാരണം അയാളുടെ ജീവിതത്തിലുള്ള സന്ദർഭങ്ങൾ വെച്ച് നോക്കുമ്പോൾ അയാളൊരു നല്ല വിശ്വാസിയാണെങ്കിൽ അയാൾക്കത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സ്ലോഗനായിട്ട് മാറി. അപ്പൊ അതാ പറഞ്ഞത്, അവരവർക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉള്ള ഒരു ഓപ്പൺ സ്പേസ് ആണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ളത്. ഈ മീറ്റിങ്ങിലേക്ക് വരാം. കഴിഞ്ഞ് നമുക്ക് മീറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും രീതികൾ വ്യത്യസ്തമാണ്. നമുക്ക് മുമ്പ് ചിലർക്ക് ഫിസിക്കൽ മീറ്റിങ്ങിൽ മാത്രം പോയിക്കൊണ്ടിരുന്നവരാണ്. അന്ന് ഇല്ലായിരുന്നു, ഓൺലൈൻ കോവിഡ് ഒന്നും വന്നിട്ടില്ല. ബട്ട് നെസസിറ്റി കൊണ്ട്, ആവശ്യം വന്നപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഇതിലേക്ക് ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ പലർക്കും ഓൺലൈൻ മീറ്റിംഗ് പല തരത്തിലാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അത് നമ്മുടെ ആൾക്കാരുടെ ഷെയറിങ്ങിൽ തന്നെ അത് കിട്ടും. ഓൺലൈൻ മീറ്റിങ്ങിൽ പോയിരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ എവിടേക്കോ അപര്യാപ്തമാണ് എന്നുള്ളൊരു സംസാരം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണുന്നില്ല. എനിക്ക് എൻ്റെ ഏലുള്ള സുഹൃത്തിൻ്റെ തോളത്തൊന്ന് കൈയിടാൻ പറ്റുന്നില്ല. അവൻ്റെ കൈ പിടിച്ച് അവസാനത്തെ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഒന്ന് കൈ കോർത്ത് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. അവൻ്റെ മുഖത്ത് ചിരിയൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഫിസിക്കൽ മീറ്റിങ്ങിൽ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പകരം ഓൺലൈൻ മീറ്റിങ്ങിൽ തുടങ്ങിയ സമയത്താണ് നമ്മൾ കൂടുതൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്നുള്ളതൊരു വാസ്തവമാണ്. അതാർക്കും മറച്ചു വെക്കാൻ പറ്റും. നമ്മൾ ഫിസിക്കൽ മീറ്റിങ്ങിൽ ഇല്ലാത്ത ഒരു സ്പെസിഫിസിറ്റി, ഒരു സൂക്ഷ്മത, വിഷയാധിഷ്ഠിതമായിട്ടുള്ള സംസാരങ്ങൾ, ബിഗ് ബുക്കിനെ കുറിച്ചിട്ടുള്ള ആഴത്തിലുള്ള സ്റ്റഡീസ്, ഇതെല്ലാം നമുക്ക് ലഭിച്ചത് ഓൺലൈൻ മീറ്റിങ്ങിന്റെ വരവോടുകൂടിയാണ്. അത് നമുക്ക് അറിയാം, നമ്മൾ അനുഭവിച്ചവരാണ്. നന്നായിട്ട് നമ്മൾ അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പുതുതായിട്ട് വരുന്ന കുട്ടികൾ, പുതുതായിട്ട് പുതുമക്കാരെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്ക് ഈ ഓൺലൈൻ മീറ്റിംഗ്സ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിന് പോയപ്പോഴും പറയുണ്ടായി. അത് വായിച്ചിട്ട് അതിങ്ങനെ അവിടെ ആകുമ്പോൾ ഭയങ്കര ഡെപ്തിൽ പോകുന്നുണ്ട് ആൾക്കാർ. നമുക്ക് ഫിസിക്കൽ മീറ്റിങ്ങിന് ആ ഒരു ഡെപ്ത് കിട്ടുന്നില്ല, ആഴം കിട്ടുന്നില്ല. അതിങ്ങനെ അതിൽ പരപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സൂചനയാണ് കിട്ടിയത്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. അപ്പം പലർക്കും, പക്ഷെ ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് ഫിസിക്കൽ മീറ്റിംഗ് തന്നെ വേണം. അവിടുന്ന് ലഭിക്കുന്ന ആ സാമീപ്യം, ആ സ്പർശം, ഇതൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ്സ് വരും ഫിസിക്കൽ ഓൺലൈൻ മീറ്റിംഗ്സിനെ പറ്റി. അപ്പൊ ദാറ്റ് ഇസ് ഇറ്റ്. അതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന എന്താ, ഓരോരും വ്യത്യസ്തമായിട്ടാണ് അനുഭവങ്ങൾ പോലും ഉണ്ടായി വരുന്നത്. ഈ സ്റ്റെപ്സിന്റെ കാര്യം എടുക്കുക, അതിന്റെ പ്രയോഗം പലരും പലതരത്തിലാണ്. ചിലർക്ക് ഈ 12 എണ്ണത്തില് ചിലർ വല്ലാതെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചില സ്റ്റെപ്സിലേക്ക് കൊടുക്കും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതിലൊരു കുഴപ്പമില്ലാത്തൊരു കാര്യം. എല്ലാ സ്റ്റെപ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് നമ്മളുടെ ഒരു അഭിരുചികളൊക്കെ അതിൽ പ്രവർത്തിക്കുന്നു. കാരണം അതിൽ എനിക്ക് ചേരുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒരു സ്റ്റെപ്പ് എന്നൊക്കെ നമ്മൾ മീറ്റിംഗ് ഹാളിൽ കേൾക്കുന്ന വാക്കുകൾ. ചിലരുണ്ടാവും എക്സ്പേർട്സ് ഇൻ 12th സ്റ്റെപ്പിംഗ്, ചിലരുണ്ടാവും ഒട്ടും തന്നെ അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. എത്ര ചെയ്തു കഴിഞ്ഞാലും 12th സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത്
സക്സസ്ഫുൾ ആവാത്ത ആൾക്കാർ. എനിക്കതൊരു വലിയൊരു ഡ്രോബാക്ക് ആയിരുന്നു. എനിക്ക് അത് 12ാം പടി ചെയ്യാൻ നമ്മൾ അതൊന്നും പറഞ്ഞിട്ടൊക്കെ പോയിട്ട് റിസൾട്ട് വരുന്നില്ല. പോകുന്നുണ്ട്, ആര് വിളിച്ചാലും ഒക്കെ ഓടി പാഞ്ഞൊക്കെ പോകുന്നുണ്ട്, പക്ഷേ റിസൾട്ട് വരുന്നില്ല. പകരം ചില ആൾക്കാർ അതിൻ്റെ എക്സ്പേർട്സ് ഉണ്ട്. അവിടെ അവർ പോയി കഴിഞ്ഞാൽ ആളെ ഇങ്ങ് എത്തിക്കുക, അത് ഉറപ്പായിട്ടും ഇതുള്ള കാര്യമാണ്. അപ്പൊ ഞാനിപ്പോൾ അത് എൻ്റെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തും പിന്നെ എന്നെ ചികിത്സിക്കുന്ന ചികിത്സകരുടെ അടുത്തുമൊക്കെ ഈ കാര്യം എൻ്റെ ഒരു പോരായ്മ പോലെ എനിക്ക് തോന്നി. അത് അങ്ങനെയുണ്ടല്ലോ, ഒരു ഷോർട്ട് കമ്മിങ് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് അതിന് ഉത്തരം കിട്ടി. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. യു ഗോട്ട് എ സൊല്യൂഷൻ ഫോർ എവറി പ്രോബ്ലം. അവിടെ ആ എനിക്ക് കിട്ടിയ ആ ഒരു ഉത്തരം എന്നെ തൃപ്തിയെ കിട്ടി. കാരണം എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവില്ലല്ലോ, അവിടെയും നമ്മൾ നോക്കണം, വ്യത്യസ്തരാണല്ലോ നമ്മൾ. അപ്പോൾ ഒരു പക്ഷേ എനിക്കിങ്ങനെ ഈ ഒരു പുതിയ ആളെ എയിലേക്ക് എത്തിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്നോട് എന്നെ ചികിത്സിക്കുന്ന സൈക്കോളജിസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈജു, പക്ഷെ യു ഹാവ് എ ഗിഫ്റ്റ് ഓഫ് ദ ഗാബ്, സംസാരിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നീ എയിലേക്ക് എത്തിയ ആൾക്കാരെ റീറ്റെയിൻ ചെയ്യിക്കാനായിട്ട് നിനക്ക് പറ്റില്ല. ഓക്കെ, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് 12 സ്റ്റെപ്പിങ്ങിൽ ഐ എം എ ലിറ്റിൽ ബിറ്റ് ബാക്ക്, പുറകോട്ടാണ് ഞാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പക്ഷെ ഇങ്ങനെ ഇപ്പൊ ഈ സംസാരത്തിലൂടെയൊക്കെ നമുക്ക് ഉള്ള ആൾക്കാരെ റീറ്റെയിൻ ചെയ്ത് ഇതിൽ ആകർഷണീയമാക്കി മാറ്റാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാതെ. അപ്പോൾ ദാറ്റ് ഇസ് ഇറ്റ്. എല്ലാവർക്കും എല്ലാ സ്റ്റെപ്സും പൂർണ്ണമായിട്ടും അനുയോജ്യമായിക്കൊള്ളണം എന്നില്ല. ചിലതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്റ്റെപ്സിൽ ചിലർ എക്സ്പേർട്സ് ആയിട്ട് മാറും, ചിലർക്ക് ചില സ്റ്റെപ്സിനോട് ഭയങ്കര ഇഷ്ടം തോന്നും. ഇപ്പൊ 5ാം പടി ഭയങ്കരമായിട്ട് പിടിച്ചൊരു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. പുള്ളിക്ക് അതാണ് പുള്ളിയെ ഏറ്റവും ആകർഷണീയമായി തോന്നിയ ഒരു സ്റ്റെപ്പ് എന്നുള്ളതാണ്. എന്നോട് പറയാം, ഞാൻ ഇത്രയും കാലമായിട്ടൊന്നും ഒരുത്തനോട് പോലും എൻ്റെ ഒരു കാര്യമൊന്നും ഏറ്റു പറഞ്ഞു. ഞാൻ തമ്പുരാനോടൊക്കെ ഞാൻ പറയാൻ എനിക്കൊരു മടിയില്ല, അതൊക്കെ നമ്മൾ പ്രാർത്ഥനയിലും അതും ഇതൊക്കെ ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ പറയും. പിന്നെ എന്നോട് പറയാനായിട്ട് എൻ്റെ കുഴപ്പങ്ങൾ എന്നോട് തന്നെ പറയാനായിട്ട് അതിനിപ്പോൾ എന്നാ പ്രശ്നം? പക്ഷെ മൂന്നാമതൊരാളോട് എങ്ങനെയാടാ അത് പറയാന്ന് എന്നോട് ചോദിച്ചേ. ഇത് വലിയ മെനക്കെട്ട പണിയാണല്ലോ, ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ചിലർക്കത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലുള്ള ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അധികം ആളുമായിട്ട് ഇടപഴകാത്ത അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളൊക്കെയുള്ള സ്വഭാവങ്ങളൊക്കെയുള്ള ആൾക്കാർ. അവർക്ക് ഈ 5th സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീറാമുട്ടിയായിട്ടൊക്കെ ചിലപ്പോൾ മാറി. മൂന്നാമതൊരാളോട് നമ്മുടെ ഇതൊക്കെ ഏറ്റു പറയാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ചിലർ. അതാ പറഞ്ഞത്, ഈവൻ ദ ഡിഫറൻസ്, ആ വ്യത്യസ്തരായ മനുഷ്യരുടെ ഒരു സംഗമ സ്ഥാനമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് ഇനി ട്രഡീഷൻസും അതുപോലെയൊക്കെ തന്നെയാണ്, അത് ഉൾക്കൊള്ളാൻ പലതരത്തിലായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഈ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതിവിടെ സംഭവിക്കുന്നുണ്ട്. ആ യൂണിറ്റി കൊണ്ടുവരുന്നത് നമ്മള് അവിടെയും ഭയങ്കര രസമാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു? അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. അവിടെ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ എല്ലാവരും സമ്മതം മൂളുന്നൊരു കാര്യമാണത്, യൂണിറ്റി എന്ന് പറയുന്ന ആ സാധനം. ശരിയാണ്, നമ്മൾ ഡൈവേഴ്സാണ്, നമ്മൾ വ്യത്യസ്തരാണ്, എങ്കിൽ പോലും ഏകത്വത്തിൽ നമ്മൾ ആ ഒരു ഐക്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ വിഷയത്തിനകത്തുള്ള ആ വാക്കിന്റെ പല പൊരുളുകളിൽ ചില പൊരുളുകൾ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതായത് പിന്നെ ഈ നേരായ വഴിയിൽ എത്തിയിരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെ നടക്കാൻ തുടങ്ങണം. എപ്പോഴാണത്? ഇണങ്ങുന്ന ചെരുപ്പുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ. ഇണങ്ങുന്ന ചെരുപ്പുകൾ കണ്ടെത്താനായിട്ടുള്ള ഒരു 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 പ്രയത്നം അവിടെ വേണ്ടി വരും. ഏതാണ് എനിക്ക് പറ്റിയത് എന്നുള്ള ഒരു സാധനം. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെയാണ് നമ്മളെ ലോജിക്കൊക്കെ പ്രവർത്തിക്കുന്നത്. അവിടെ നമ്മുടെ ഒരു യുക്തിബോധവും നമുക്ക് ചേരുന്ന സാധനം ഇത് തന്നെ. നമ്മളിപ്പോൾ വളരെ സിമ്പിളായി പറഞ്ഞാൽ നമ്മളൊരു ബൂഫേ ഡിന്നറിന് പോകുന്നു.
നമ്മളെല്ലാം വാരി വലിച്ചൊന്നും എടുത്ത് കഴിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള ഒരാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിഭവം ആയിരിക്കില്ല എനിക്കിഷ്ടപ്പെട്ട വിഭവം. അങ്ങനെ ആക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇമ്പോസിങ് ഓഫ് ഐഡിയാസ് നമ്മുടെ ഇടയിലും മറ്റേതൊരു കൂട്ടായ്മയ്ക്ക് അകത്തും ഏതൊരു ഗ്രൂപ്പിനകത്തും 4 ആൾ ചേർന്നൊരു ഗ്രൂപ്പ് ഫോം ചെയ്താൽ അതിനകത്ത് 4 വ്യത്യസ്ത ഐഡിയാസ് ഉണ്ടാവാനാണ് സാധ്യത. അപ്പം ഒരു ഐഡിയ മറ്റ് 3 പേരുടെ പുറത്തേക്ക് ഇമ്പോസ് ചെയ്യുന്ന ഒരു പ്രവണതയും കണ്ടുവരും. അത് എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവും. നമുക്ക് അത് വലിയൊരു ആനക്കാരിയായിട്ട് എടുക്കേണ്ടതില്ല. കാരണം അതങ്ങനെയാണ്. ഐ ആം റൈറ്റ്, യു ആർ റോങ് എന്നുള്ള ഒരു രീതി അത് മനുഷ്യ സ്വഭാവത്തിലുള്ളതാണ്. ഞാൻ ചെയ്യുന്നതാണ് ശരി, നീ ചെയ്യുന്നത് തെറ്റാണ്. അവിടെ നിന്നാണ് അതിനെയാണ് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള സഞ്ചാരത്തിന്റെ ഇടയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു അറിവുകളും വിവരങ്ങളും നല്ല വാചകങ്ങളും ഒക്കെ കിട്ടുമ്പോഴാണ് ഐ ആം നോട്ട് ഓൾവേസ് കറക്റ്റ് എന്ന് പറയാൻ പറ്റും. ഞാൻ എപ്പോഴും ശരിയൊന്നുമല്ല, അല്ലെങ്കിൽ ഞാൻ തെറ്റാണ് എന്ന് സമ്മതിക്കാൻ പറ്റുന്നു. അവിടെയാണ് അതിൻ്റെ ആ ബ്യൂട്ടി കിടക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമിന്റെ ബ്യൂട്ടി അവിടെയാണ്. ഐ ആം റോങ് എന്ന് പറയാനായിട്ട് പറ്റും. അത് എല്ലാവർക്കും ഒന്നും പറ്റിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള സഞ്ചാരത്തിന്റെ ഇടയിൽ നമ്മൾ ആർജിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നതാണ്. അതായത് എപ്പോഴൊക്കെ നമുക്ക് തെറ്റ് സംഭവിക്കുന്നു അവിടെയൊക്കെ നമ്മൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സമ്മതിക്കാനായിട്ടുള്ള സന്നദ്ധത നമ്മളിലുണ്ടെന്നുള്ളത്. വി അഡ്മിറ്റ്. നമ്മളെ ഇതിൽ തന്നെ സ്റ്റെപ്സിൽ തന്നെ അതാണല്ലോ പ്രാധാന്യമുള്ളൊരു കാര്യം. നമ്മൾ അഡ്മിറ്റ് ചെയ്യാണ് ആദ്യം തന്നെ. ഇത് പവർലെസ് ഓവർ ആൽക്കഹോൾ എന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യല്ലേ, സമ്മതിക്കുകയാണ് നമ്മൾ. തെറ്റ് സമ്മതിക്കുക എന്ന് പറയുന്നത് ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് കറേജ്. നല്ല ധൈര്യമുള്ള ഒരാൾക്ക് തെറ്റ് സമ്മതിക്കാൻ പറ്റും. അല്ലാത്തവര് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതൊരു ലൈനാണ്. നമുക്ക് അത് വേണോ വേണ്ടയോ എന്നുള്ള ചോയ്സാണ്. അത് നമുക്ക് പറ്റില്ല. നമുക്ക് നമ്മളെ ചെരുപ്പ് അതല്ല. ഈ തെറ്റിനെ ന്യായീകരിക്കുന്ന ആ പ്രവണത നമുക്ക് ചേരാത്തതാണെന്നും പഠിച്ചു കഴിഞ്ഞാൽ അത് ദാറ്റ് ഇസ് നോട്ട് മൈ ഷൂ. എനിക്ക് വേണ്ടത്, എനിക്ക് ചേരുന്ന ഒരു ഷൂ ഇവിടെ അപ്പുറത്തുണ്ട്. അതെന്താ? തെറ്റ് കണ്ടാൽ അപ്പോൾ തന്നെ ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു, തെറ്റ് പറയുന്നു, എന്നിട്ട് അത് തിരുത്തുന്നു. ദാറ്റ്സ് ദ ബ്യൂട്ടി. ഞാനത് തിരുത്തുന്നു. അങ്ങനെ ആ ഒരു ചപ്പലിട്ട് ഞാൻ നടന്നോളാം. അതാണ് എനിക്ക് ചേരുന്ന സാധനം. പിന്നീട് മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ പിന്നെ എന്താ പറയുക, സ്റ്റെപ്പ് 4ലേക്കൊന്ന് നമുക്ക് മടങ്ങി വരാം. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ പറയുന്നതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ, അതാണല്ലോ നമ്മൾ ഇൻവെന്ററി നമ്മൾ ചെയ്യുന്നത്. സ്റ്റെപ്പ് 4ലാണല്ലോ നമ്മൾ കണക്കെടുപ്പ് ഇൻവെന്ററി ഒക്കെ നടത്തുന്നത്. കണക്കെടുപ്പ് നടത്തുമ്പോൾ തൻ്റെ വ്യക്തിപരമായ പെരുമാറ്റ ദൂഷ്യങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് തന്നെ തലയിൽ കയറ്റിയാണ്. തൻ്റെ വ്യക്തിപരമായ പെരുമാറ്റ ദൂഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിർണയിക്കേണ്ടത് ആവശ്യമായി വരും. എന്താണ് നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ഈ ബിഹേവിയറൽ ദൂഷ്യങ്ങൾ, നമ്മളെ പെരുമാറ്റ ദൂഷ്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള പെരുമാറ്റ ദൂഷ്യങ്ങൾ എന്താണ് എന്ന് നിർണയിക്കേണ്ടത് ആവശ്യമായി വരുന്ന പറയും. അവിടെയാണ് ഈ തനിക്കിണങ്ങുന്ന ചെരുപ്പുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾ അതും അണിഞ്ഞ് ഒടുവിൽ താൻ നേരായ വഴിയിൽ എത്തിയിരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെ നടക്കാൻ തുടങ്ങും എന്നാണ് ബുക്ക് പറയുന്നത്. താൻ നേരായ വഴിയിൽ എത്തിയിരിക്കുന്നു എന്ന ആത്മവിശ്വാസം, ദാറ്റ്സ് ദ കീവേഡ്. അതാ താക്കോൽ വാക്ക്. നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവണം. ഞാൻ കറക്റ്റായിട്ടുള്ള പാതയിലൂടെയാണ് പോകുന്നത്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് തനിക്ക് ഇണങ്ങുന്ന ചെരുപ്പുകൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ കണ്ടെത്തി നമുക്ക് പറ്റിയ ചെരുപ്പുകൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് നമ്മൾ അതും അണിഞ്ഞിട്ടാണ് ശരിയായ റൈറ്റ് പാത്തിലാണ്, ശരിയായ പാതയിലാണ്
നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് ഫുൾ കോൺഫിഡൻസിലാണ്, ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ പിന്നെ നടക്കാൻ തുടങ്ങുന്നത്. അതുവരെ ആ ആത്മവിശ്വാസത്തിൽ ഒരല്പം കുറവുണ്ട് എന്ന ധ്വനി അതിലുണ്ട്, ആ വരികളിലുണ്ട്. എനിക്ക് പാകമായ, എനിക്ക് ഏറ്റവും അനുയോജ്യമായ പാദരക്ഷകൾ ലഭിക്കാത്തിടത്തോളം കാലം എൻ്റെ ആത്മവിശ്വാസം അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടാവില്ല എൻ്റെ യാത്രയിൽ. അതാണ് അതിൻ്റെ പൊരുൾ ഒരു സാധനം അതാണ്. അപ്പം വരുന്നത് എന്താന്ന് വെച്ചാൽ, വേറൊരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: വിവേകം കുറഞ്ഞവർ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയും. അവിടെ ഒരു ചെറിയൊരു സർക്കാസം LW ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വിവേകം കുറഞ്ഞവർ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യം. നമ്മൾ മദ്യപാനികളിൽ ധാരാളം തെറ്റുകൾ ഉണ്ട്. ഇത് നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യം. നമ്മളൊക്കെ ഇടയിൽ ഇഷ്ടം പോലെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇത് അംഗീകരിക്കാനായിട്ട് ഈ പറയത്തക്ക വലിയ വിവേകമൊന്നും വേണ്ട, വലിയ ലോജിക്കൊന്നും ഇവിടെ പ്രയോഗിക്കണ്ട. നമുക്കറിയാം നമ്മൾ ഇഷ്ടം മാതിരി പിറ്റ്ഫോൾസിൽ വീണവരാണ്, ഇഷ്ടം മാതിരി തെറ്റുകൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്. പിന്നെ 3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സുബോധം, നമ്മളെ പുരോഗതി, നമ്മളെ പൊരുത്തപ്പെടൽ എന്ന് ഉദ്ദേശിക്കുന്ന ജീവിതവുമായിട്ടുള്ള പൊരുത്തപ്പെടൽ. ഇവയെല്ലാം നാം പ്രതീക്ഷിക്കണമെങ്കിൽ ഏതൊക്കെയാണ്? ഒന്ന് സുബോധം, ഓക്കെ. രണ്ടാമത് നമ്മുടെ പുരോഗതി. മൂന്നാമത്തെ ജീവിതവുമായിട്ടുള്ള നമ്മുടെ പൊരുത്തപ്പെടൽ. ഇതെല്ലാം നാം പ്രതീക്ഷിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നാണ് ബുക്ക് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതൊന്നും നമുക്കിങ്ങനെ കൈവെള്ളയിൽ ആരും കൊണ്ടുതരത്തില്ല എന്ന് ആണ് അർത്ഥം. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം അതൊരു തെറ്റിദ്ധാരണ പലരിലും ഉണ്ട്, എന്നിലും ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന ഒരാളാണ്. വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും, ഓട്ടോമാറ്റിക്കലി അതങ്ങ് വന്നോളും, നമുക്ക് കിട്ടേണ്ട ഭയങ്കര കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആ സംഭവിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പണിയെടുക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫുഡ് സ്റ്റെപ്പ് സ്റ്റഡിയിൽ നമ്മൾ പഠിച്ചെടുക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളത് നമ്മൾ ഫുഡ് സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കിട്ടുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പടിയല്ലേ ഫുഡ് സ്റ്റെപ്പ്. സിസ്റ്റമാറ്റിക് ഇൻ ദ സെൻസ് അല്ലാതെ അത് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അത് ചെയ്യുമ്പം വൃത്തിയിലും വെടുപ്പിലും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളത് സൂക്ഷ്മമായിട്ട്, നമ്മളത് കൃത്യതയോടുകൂടി അറിഞ്ഞു കണ്ട് ആ പടി ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കിട്ടുന്ന കിട്ടലുണ്ടല്ലോ, ദാറ്റ്സ് അൺബിലീവബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. അത് ഒരിക്കലും വൃത്തിയാവില്ല എന്ന് വിചാരിച്ച ഒരു മുഖം നോക്കുന്ന കണ്ണാടിയെ പറ്റി ആലോചിച്ചു. അതിൻ്റെ പുറകുവശത്തെ രസമൊക്കെ മൊത്തം പോയിട്ടുണ്ട്, മെർക്കുറിയൊക്കെ പോയി, അതിനകത്ത് നിറച്ച് അപ്പടി ചെളിയും പിടിച്ച് പാടും വീണ് കരടും ഒക്കെ ആയിട്ട് ആകെ വൃത്തികെട്ടൊരു കണ്ണാടി. അതിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നവരാ. അങ്ങനത്തെ ഒരു വൃത്തികെട്ട കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖവും അത് വൃത്തികേടായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇവിടെ നമ്മൾ കഴുകി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുക. 4-ാം പടിയിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെടിപ്പാക്കി കൊണ്ടിരിക്കുക. അവിടെ സംഭവിക്കുന്നത്, ഈ വെടിപ്പാക്കിയ കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കും ഒരു വെടിപ്പ് തോന്നും, ഒരു ഭംഗി വെക്കാൻ തുടങ്ങും. ഇതൊക്കെയാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഞാൻ വലിയ മോശക്കാരനൊന്നും അല്ലല്ലോ എന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തില് ഈ വ്യക്തിപരമായ പെരുമാറ്റ ദൂഷ്യങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. അതിന് നമ്മളെ ഈ 12x12 പറയുന്നൊരു കാര്യമുണ്ട്. ഈ പേജസിലൊക്കെ തന്നെ, നേരത്തെ പറഞ്ഞ പേജസിൽ 48-ലൊക്കെ തന്നെ അത് പറയും. ഈ വ്യക്തിപരമായ പെരുമാറ്റ ദൂഷ്യങ്ങൾ, അതിന്
സർവ്വദേശീയമായി അംഗീകരിക്കപ്പെട്ട ഒരു പട്ടികയെ പറ്റി പറയും. ആ പട്ടിക എന്താന്ന് നമുക്ക് നോക്കാം. അതില് 7 കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് 7 ഡെഡ്ലി സിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. 7 മാരകമായ പാപങ്ങൾ എന്നുള്ളത്. അതിലേറ്റവും മുന്നിൽ വരുന്നത് അഹങ്കാരം എന്ന് പറയുന്ന ആ സാധനം. ആരാ മോശക്കാര്? നമ്മൾ ഈ കൂട്ടിൽ ഇരിക്കുന്നതിൽ ആരാ മോശക്കാർ? ആ ഒരു കാര്യത്തില്, ഈ അഹങ്കാരത്തിന്റെ കാര്യത്തിൽ ദിസ് ഇസ് പിന്നെ നല്ല പാടുപെട്ട് തന്നെ, നല്ല പണിയെടുത്തിട്ട് തന്നെ മാറ്റിയെടുക്കേണ്ട ഒരു സാധനമാണ്. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലോകം ഒട്ടാകെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഈ ഈ അഹങ്കാരം എന്ന് പറയുന്ന ഒരു സ്വഭാവദൂഷ്യം ഒരു സ്വഭാവദൂഷ്യം പോലും അല്ല എന്നുള്ളത് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇറ്റ്സ് നോട്ട് എൻ ഈവിൾ എന്നുള്ള ഒരു രീതിയിലാണ്. പ്രൈഡ് എന്നൊക്കെ പറയുന്നത് അത് വേണം മനുഷ്യന്. ഇറ്റ് ബിക്കംസ് ഈ സിനോണിമസ് ആയി വരികയാണ്. ഇത് പ്രൈഡും പിന്നെ നമ്മള് സെൽഫ് എസ്റ്റീമും ഒക്കെ ഏകദേശം അല്പ അഹങ്കാരം ഇല്ലാതെ എങ്ങനെയാ മനുഷ്യൻ ജീവിക്കുക എന്നൊക്കെ ചോദിച്ചു കേട്ടിട്ടുണ്ട് പലരും. അപ്പം അതൊരു ജീവിതചര്യയായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഈ അഹങ്കാരം. അത് വേണം എന്നുള്ള മട്ടിൽ തന്നെ. അത് വേണമെന്ന് നമുക്കും പറയാം കേട്ടോ. കാരണം ഞാനിപ്പം കഴിക്കുന്നില്ല, ഞാൻ സോബറാണ്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അല്പം അഹങ്കരിക്കുന്നത് എന്താ തെറ്റെന്നൊക്കെ തോന്നാറുണ്ട്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ അഹങ്കരിക്കാനാണ്? അതൊരു വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ? നമ്മളൊക്കെ ആ അച്ചീവേഴ്സ് ആണ്. നമ്മളൊക്കെ ആ നേട്ടം കൊയ്ത ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ നമ്മളുണ്ടാക്കിയെടുത്ത നമ്മളെ വ്യക്തിപരമായ ഒരു നേട്ടം നമ്മളതിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടല്ല. അതിന് നമ്മൾ ബിക്കോസ് ഓഫ് ബിക്കോസ് ഓഫ് ദ ഹയർ പവർ, അങ്ങനെ നമ്മൾ അവർക്ക് ആ രണ്ട് ലെവലിലേക്കും അതിനെ വിടുന്നുള്ളതുകൊണ്ട് നമുക്ക് അല്പം കുറയും അഹങ്കാരം. എന്നാലും ഇല്ലാതെ ഒന്നും ആവില്ല. കാരണം അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏറ്റവും ടോപ്പിലുള്ള ഈ മാരക പാപങ്ങളിലൊന്ന് അഹങ്കാരം. രണ്ടാമത് പറയുന്നത്, നമ്മളെ ബുക്കിൽ രണ്ടാമത് ചൂണ്ടിക്കാണിക്കുന്നത് അത്യാഗ്രഹം എന്ന് പറഞ്ഞ ഒരു കാര്യം. അത്യാഗ്രഹം. അപ്പൊ അത് നമ്മള് പണ്ടൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ആഗ്രഹം, അത്യാഗ്രഹം ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ. ആഗ്രഹം ഉള്ളത് കുഴപ്പമില്ല, പക്ഷെ അത് അത്യാഗ്രഹം എന്നുള്ള രീതിയിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ പഴയ സ്വഭാവം ഉണ്ടല്ലോ, എക്സ്ട്രീംസിൽ കളിക്കുന്ന സ്വഭാവം. അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അമിത മദ്യപാന രോഗി എന്നാണല്ലോ പറയുന്നത്. അമിതം. അത്യാഗ്രഹം എന്ന് പറഞ്ഞത് ആഗ്രഹത്തിന്റെ ഒരു അമിതം അല്ലേ? അങ്ങനെ കണക്കാക്കണം അതിന്. നമ്മള് എന്ത് കാര്യവും എക്സസീവാണ്. അത് അതൊരു സ്വഭാവത്തിന്റെ ഒരു ഭാഗമായിട്ട്, കാരണം കുടിച്ചു നടന്ന സമയത്ത് നമ്മളിൽ വന്നു ചേർന്ന, അത് ജനിക്കുമ്പോഴേ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മളുടെ ആ ജീവിത രീതി അതായിരുന്നു. എല്ലാം ഇൻ എക്സസ് ആയിട്ട് കൊണ്ടു നടന്ന ആൾക്കാർ. അപ്പം അമിതമായിട്ട് മദ്യ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ മറ്റു കാര്യങ്ങളിലും എല്ലാം അമിതമായിട്ട് ചിലപ്പം ചെയ്തു. പണം ചെലവാക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ അമിതം എന്നല്ലാതെ എന്ത് പറയാനാ? 10 രൂപ ടിപ്പ് കൊടുക്കേണ്ടടുത്ത് നമ്മൾ 50 രൂപയൊക്കെ എടുത്ത് വീശുന്ന ആൾക്കാർ. പക്ഷെ അതിൻ്റെയൊക്കെ കുറച്ച് ബാക്കി പത്രങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെയുള്ളത് അന്ന് സ്വയം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. നമ്മൾ വീട്ടിലൊക്കെ നമ്മള് മക്കളൊക്കെ വന്നിട്ട് ചാച്ചാ എനിക്കൊരു ഫോൺ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡിനറി ഒരു ആൻഡ്രോയിഡിന്റെ ഒരു ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് ഓക്കെ. പക്ഷെ നമ്മൾ അതല്ല ചെയ്യുക. നമ്മൾ എന്താ, നമ്മൾ ഐഫോൺ തന്നെ വാങ്ങിക്കൊടുക്കും. എക്സസ് ആണ് നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. എക്സസ് ആയിട്ടുള്ള നമ്മുടെ കൊച്ചിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുക. അതിന്റെ പുറകിൽ ഒരു ഗിൽറ്റും കളിക്കുന്നുണ്ട്. ഞാൻ മുമ്പൊക്കെ കുറെ കുടിച്ച് കളഞ്ഞതല്ലേ, കൊച്ചിനെ എനിക്ക് അന്ന് നോക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു കുറ്റബോധവും കൂടെ ചിലപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടാവും. അതുകൊണ്ടൊക്കെ ആയിരിക്കണം അങ്ങനെയൊക്കെ നമ്മളിപ്പോ പ്രവർത്തിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ അത്യാഗ്രഹം പോലെ തന്നെ ഉള്ളൊരു വിപത്ത് തന്നെയാണ് ഈ പറഞ്ഞ സാധനം. എന്തിനോടാണ് നമുക്ക് ആഗ്രഹം ഇല്ലാത്തത്? പക്ഷെ ആഗ്രഹം ഉണ്ടായിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഈ അത്യാഗ്രഹങ്ങളിലേക്ക് കടക്കുന്ന സമയത്താണ് അത് ഒരു പാപമായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. പിന്നെ മൂന്നാമത് പറയുന്നത് കാമത്തെ പറ്റിയിട്ടാണ്.
ആ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോർത്ത് സ്റ്റെപ്പ് ഇൻവെന്ററിയിൽ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഹൗ വാസ് യുവർ സെക്സ് ലൈഫ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നമ്മൾ വിലയിരുത്തുന്നു. നമ്മൾ വളരെ അച്ചടക്കമില്ലാത്ത രീതിയിലും ഒക്കെയുള്ള ഒരു, അല്ലെങ്കിൽ ധാർമ്മികത തീരെ ഇല്ലാത്ത രീതിയിൽ ഒക്കെ പെരുമാറിയ ആൾക്കാരാണ്. നമ്മുടെ ലൈംഗിക ജീവിതം ഒരുവിധമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരുടെയും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത്. നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ അതിനെ മനസ്സിലാക്കാതെ ഒരു കാര്യവും റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരാൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് റെക്ടിഫൈ ചെയ്യണമെന്നില്ല. അത് എനിക്ക് തോന്നണം, ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമല്ലേ ഞാൻ അതിന്റെ പരിഹാരത്തിലേക്ക് നീങ്ങും. അത് മറ്റേയാൾക്ക് തോന്നുന്നതായിരിക്കില്ല എനിക്ക് തോന്നുന്നത്. അവിടെയാണ് നമ്മുടെ ചെരുപ്പ് കയറി വരുന്നത്. ഇണങ്ങുന്ന ചെരുപ്പ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് കയറി വരുന്ന അവിടെയാണ്. വേറൊരാൾക്ക് ചിലപ്പം അത് അത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോഴും എനിക്കറിയാം, നമ്മളെ കൂടെയൊക്കെയുള്ള ആൾക്കാർക്ക് എത്രയോ പേർക്ക് ഈ ഒരു കാര്യത്തിൽ, ഈ ലൈംഗികതയുടെ ഒക്കെ കാര്യത്തിൽ പലതും തെറ്റായിട്ടൊന്നും തോന്നാറില്ല. ആ, ആണുങ്ങളായാലും അങ്ങനെയാണ് ഒക്കെയുള്ള ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ ഒരു ആ ധാർമ്മികത എന്താണെന്നോ അതിൻ്റെ ഒരു മൂല്യങ്ങളെ കുറിച്ചോ, അല്ലെങ്കിൽ ഞാൻ ഏലാണ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് വാല്യൂസ് അല്ലേ. നമ്മൾ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. അതിൽപ്പെട്ടൊരു കാര്യം തന്നെയാണ് ഈ തെറ്റായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ പരിഹരിക്കുക എന്നുള്ളത്. അതൊക്കെ ഒരു മൂല്യബോധത്തിൽ നിന്നുണ്ടായി വരുന്ന കാര്യം. അപ്പൊ അതിനെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ മൂല്യങ്ങളെ തട്ടിത്തെറിപ്പിച്ചിട്ട് ആചാരങ്ങൾക്ക് പുറകെ പോകുന്ന ഒരു പ്രവണത ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ റിച്വലിസ്റ്റിക് ആയി മാറിക്കൊണ്ടിരിക്കുന്നു കുറെ. ചിലപ്പോഴൊക്കെ നമ്മുടെ പോക്ക് കാണുമ്പോൾ ഒരു സങ്കടം തോന്നും. കാരണം റിച്വലിസ്റ്റിക് അനുഷ്ഠാനങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര കമ്പാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആൽക്കഹോളിക്സ് അനോണിമസിലെ അനുഷ്ഠാനങ്ങൾ, നമ്മൾ വരുന്നു, പ്രയർ ചൊല്ലുന്നു, സ്റ്റെപ്സ് വായിക്കുന്നു, പടികൾ, പിന്നെ പാരമ്പര്യം ഒരാൾ വായിക്കുന്നു, വാഗ്ദാനങ്ങൾ പറയുന്നു. ഇതൊക്കെ ഈ അനുഷ്ഠാനപരമായിട്ട് നമ്മൾ ചെയ്തു പോരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മൂല്യങ്ങളും കൂടെ മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങൾ ചില്ലറയൊന്നുമല്ല. അങ്ങനെ ചെയ്യുന്നവർ ഉണ്ട്, അവർക്ക് അതിൻ്റെതായ ഇത് കിട്ടുന്നുണ്ട്. നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിനകത്തോടെ ഏതായാലും നമ്മൾ ഇതിനകത്തോടെ സുന്ദരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ മാക്സിമം അതിൽ നിന്ന് നമുക്കുള്ള കിട്ടാനുള്ളതെല്ലാം നമുക്ക് കിട്ടണം. അപ്പോഴേ അതിന് ഒരു ബ്യൂട്ടി ഉള്ളൂ. അല്ലെങ്കിൽ വി ആർ ജസ്റ്റ് ട്രാവലിംഗ്. അതുകൊണ്ടാണ് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അകത്തായിരിക്കുക. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അരികു പറ്റി നടക്കാനും സാധിക്കും. കുടിക്കത്തൊന്നുമില്ല, നമ്മൾ അതിന്റെ അരികു പറ്റി ഇങ്ങനെ നടന്നാലും കുടിക്കാതെയൊക്കെ ഇരിക്കുന്നു. പക്ഷേ അതിന്റെ നടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ അകത്തളങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് അതിന്റെ കാതല് കിടക്കുന്നത്. കോർ അവിടെയാണ്, ഇതിന്റെ എസൻസ് അവിടെയാണ്, സത്ത അവിടെയാണ്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്താണ് നമുക്കും നമ്മളെ മൂല്യബോധത്തിനും നമ്മുടെ നൈതിക ബോധത്തിനും നീതിയെ പറ്റിയിട്ടുള്ളൊക്കെ നമ്മുടെ ബോധത്തിനൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുക നമ്മൾ അതിൻ്റെ സെൻറ്റർ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ്, അകത്ത് കടക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ ആൽക്കഹോളിക്സിൻ്റെ അകത്തേക്ക് ഓരോരുത്തരെ ക്ഷണിച്ചുകൊണ്ട്, അല്ലാതെ അതിൻ്റെ പെരിഫറിയിൽ അല്ലെങ്കിൽ സൈഡിലേക്ക് കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക എന്ന് പറയില്ല. ആ ചുറ്റിപ്പറ്റി നടക്കുന്നതിന് പകരം നമ്മൾ പറ്റം ചേർന്ന് നടക്കുന്നവർ. എന്ന് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിൽ പറ്റം ചേർന്ന് നടക്കുന്നവർ, അല്ലാണ്ട് നമ്മൾ ഒറ്റപ്പെട്ട് നടക്കുന്നവരല്ല. ഒറ്റപ്പെട്ട് നടക്കുന്ന പ്രവണതയുണ്ടെങ്കിൽ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ പലതും നമുക്ക് മിസ്സാവുകയാണ്, കിട്ടാതെ പോവുകയാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോരം നഷ്ടം അപ്പം സംഭവിക്കും. ഞാൻ കുടിക്കുന്നില്ല, ഏലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏന്ന് കിട്ടേണ്ട പല പല കാര്യങ്ങൾ എന്നെ ദേഹത്തിങ്ങനെ തൊട്ട് തെറിച്ച് അങ്ങ് പോവുക. കാരണം ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ഞാൻ അതിനു വേണ്ടി സ്വീകാര്യനായി തയ്യാറെടുത്ത് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നടുത്തളങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമേ അത് കിട്ടുള്ളൂ. അരികത്ത് നിന്നാൽ കിട്ടില്ല. ഒരു കാറ്റൊക്കെ അടിക്കുന്നുണ്ടാവും, അതിൽ നിന്നുള്ള കുറച്ച് സുഗന്ധമൊക്കെ അടിക്കുന്നുണ്ടാവും, കുടിക്കുന്നുമില്ല. ഓക്കെ, അങ്ങനെ അങ്ങ് പോവാം.
പക്ഷെ അതാണോ വേണ്ടതെന്നുള്ളതൊന്ന് സ്വയം ഒന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഏതായാലും ഐ ബിലോങ് ടു ആൽക്കഹോളിക്സ് അനോണിമസ്. ഞാൻ ഇതിന്റെ കൂടെയാണ് പോകുന്നത്. പിന്നെ അതിന്റെ നടുക്കോടെ തന്നെ അങ്ങ് ചലിച്ചു കളയാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലുണ്ട് ഉഗ്രൻ റിസൾട്ട്സ് ആയിരിക്കും വരാൻ കിടക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് മാരക പാപങ്ങൾ പറയുന്ന കോപത്തെ പറ്റിയിട്ടാണ്. ഓക്കെ, അത് അത് തന്നെ നമ്മൾ വിഷയമായിട്ടൊക്കെ പലപ്പോഴും പറയാറില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും അങ്ങനെ കിടക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഒരു പ്രത്യേക വിഷയമായിട്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കോപത്തെക്കുറിച്ചും ഇല്ലെങ്കിൽ ഈ അഹങ്കാരത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ആർത്തിയെ പറ്റി പറയും. ആർത്തി അത് പുതിയ ലോകക്രമത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വല്ലാത്തൊരു പ്രശ്നം പിടിച്ചൊരു കേസാണ് ഈ ആർത്തി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഈ ആർത്തിയും ധൂർത്തുമാണ് പുതിയ ലോകത്തെ വല്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. സി, നമ്മൾ ഈ ആർത്തിപ്പണ്ടാരങ്ങളായി മാറേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ചോദിക്കുമ്പം നമ്മുടെ കുടിച്ചു നടന്ന ജീവിതകാലത്ത് അവിടുത്തെ സൂക്തം വാക്യമായിരുന്നു ആർത്തി എന്നുള്ളത്. അത്രമാത്രം നമ്മൾ ആർത്തിയോട് കൂടിയല്ലേ മദ്യം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ സുബോധ ജീവിതത്തിലേക്ക് വരുമ്പം നമ്മൾ ഇത് മദ്യമില്ല, പക്ഷെ ആർത്തിയുണ്ട് എല്ലാത്തിനോടും. എല്ലാത്തിനോടും ഒരു ആർത്തി കൊണ്ടാ നടക്കുന്ന സമയത്ത് നമ്മൾ വി ആർ ഡീവിയേറ്റിംഗ്, നമ്മൾ വഴി തെറ്റിയാണ് നടക്കുന്നതെന്ന് നമുക്ക് തോന്നണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നേരായ വഴിയിലൂടെ നല്ല പറ്റിയ പാകത്തിനുള്ളൊരു ചെരുപ്പ് വിട്ട് നമ്മൾ നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഈ വക ഉള്ള സ്വഭാവ ദൂഷ്യങ്ങളും ഈ വകയുള്ള ഈ ബിഹേവിയർ, ഈ പെരുമാറ്റത്തിലുള്ള അപാകതകളും ഒക്കെ വരുന്ന സമയത്താണ് വഴി തെറ്റിപ്പോകുന്നത്. അങ്ങനെ പോയി കഴിയുന്ന സമയത്ത് നമ്മൾ ചെന്ന് ചാടുന്ന അപകടങ്ങൾ ചില്ലറയൊന്നുമല്ല. പ്രത്യേകിച്ച് പുതുമക്കാരൊക്കെ ഇതിലുണ്ടെങ്കിൽ ഇത് വേദം ഓതുകയൊന്നും അല്ല, ഇത് വാസ്തവങ്ങൾ തന്നെ പറയുന്നത്. ഇവിടെ നമുക്ക് ഈ അങ്ങനെ വേദോപദേശം കൊടുക്കുന്ന പരിപാടിയൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിനകത്തില്ല. പക്ഷെ നമ്മൾ വാസ്തവത്തെ നേരിട്ട് നോക്കിക്കാണുകയും അതിനോട് നേരിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക. റിയാലിറ്റിയാണ് ഇവിടെ നമ്മുടെ, അല്ലാതെ ഇല്യൂഷൻ അല്ല. നമ്മൾ എത്രയോ കാലം നമ്മൾ ഇല്യൂസറി ആയിട്ട് ഉള്ള ഒരു ഇതിലായിരുന്നു നടന്നത്, അല്ലെ? ഒരു മിഥ്യാക്കകത്തായിരുന്നു, ഒരു ബോധത്തിനകത്തായിരുന്നു. ആ മിഥ്യാബോധം വിട്ടിട്ടാണ്, അല്ലെങ്കിൽ മിഥ്യാബോധത്തിന്റെ ആ ബൂട്ടുകൾ അഴിച്ചു വെച്ചിട്ടാണ് നമ്മൾ സുബോധത്തിന്റെ ചെരുപ്പുകൾ അണിയാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സുബോധത്തിൻ്റെതായ രീതികളിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മളിലുണ്ട് എന്നുള്ളത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ തുടങ്ങി. ഈ കാലം അത്രയും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ വക വൃത്തികേടുകൾ മുഴുവനും പേറി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നുള്ള ആ തിരിച്ചറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് സമയം കിട്ടിയിട്ടുമില്ല, അവനവനെ നോക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഈവൻ ഫിസിക്കലി നമുക്ക് സാധിച്ചിട്ടില്ല, പിന്നെയല്ലേ നമ്മൾ സ്പിരിച്വലി സാധിക്കും. ഫിസിക്കലി പോലും നമ്മൾ അബ്യൂസ് ചെയ്യായിരുന്നു നമ്മളെ ശരീരത്തെ, ബാക്കിയല്ലേ കിടക്കുന്നത്. പിന്നെ മനസ്സിന്റെ കാര്യവും ആത്മാവിന്റെ കാര്യവും പറയേണ്ടതില്ല. നമ്മൾ അത്രമാത്രം അബ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളെ ബോഡി, ഫിസിക്കൽ ബോഡി. അപ്പം അതുകൊണ്ട് തന്നെ ഈ കെയർ കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ പണ്ട് ചെയ്ത അബ്യൂസിങ്ങിന്റെ ഓരോരോ അംശങ്ങൾ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിന്റെ ആ പരിക്കുകൾ അവിടെ കിടപ്പുണ്ട്. ആ പരിക്കുകൾ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന പ്രക്രിയയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയില്ലേ, നമുക്ക് ചേരാത്ത ചെരുപ്പിട്ട് നടക്കുമ്പോൾ ആ ചെരുപ്പ് നമ്മളെ കടിക്കും, അങ്ങനെയാണല്ലോ പറയുക. ഭയങ്കര ടൈറ്റ് സ്ട്രാപ്പുള്ളൊരു ചെരുപ്പിട്ടിട്ട് നമ്മൾ കുറച്ച് ദൂരം നടക്കുകയാണെങ്കിൽ കാല് പൊട്ടും എന്നുള്ളത് ഉറപ്പാണ്. നമുക്കത് അൺകംഫർട്ടബിളാണ്. അങ്ങനെ നമ്മുടെ കാലിൽ മുഴുവനും ചേരാത്തൊരു ചെരുപ്പിട്ട് നടന്നതിന്റെ പൊട്ടലുകൾ ഒരുപാടുള്ള ആൾക്കാർ. ഈ പൊട്ടലിൽ മരുന്ന് വെച്ച് പുരട്ടി ചേരുന്ന ചെരുപ്പ്
തിരഞ്ഞെടുത്ത് സുഗമമായിട്ട് നമ്മുടെ നടത്തം ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സമയത്ത് ഈ പൊട്ടല്, ഈ മുറിവുകള്, ഈ പരിക്കുകള്, ഇതെല്ലാം നമ്മളുടെ ആദ്യകാല ജീവിതത്തിന്റെ ശേഷിപ്പുകളായിട്ട് അല്പാൽപമൊക്കെ ഇപ്പോഴും ഉണ്ട്, നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. നമ്മുടെയൊക്കെ ഈവൻ ശരീരഭാഗങ്ങളിൽ വരെയുണ്ട്. ഞാൻ സിറോസിസിന്റെ ഒരു വിക്റ്റിമാണ്, ലിവർ സിറോസിസിന്റെ. അതിൻ്റെയൊക്കെ ഈ ബാക്കി കിടക്കുന്ന അവശിഷ്ടങ്ങളൊക്കെ, ആ വേദനകളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അതിപ്പം വേറെ പലതായിട്ട് മാറുന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ്സ് അണ്ടർ കൺട്രോൾ എന്നുള്ളതാണ്. എൻ്റെ അടുത്ത കുടി ഇല്ലല്ലോ ഇപ്പം. അടുത്ത കുടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ കരള് അതോടുകൂടി അങ്ങ് ഇല്ലാണ്ടാവുക, തീർന്നു പോകുന്നുള്ള അത്രയും പരിക്കേറ്റൊരു കരള് കൊണ്ട് നടക്കുക. പക്ഷെ അത് ഒരു റിഗ്രറ്റും ഇല്ല, അപ്പോഴെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റിയല്ലോ. അത് വലിയൊരു കാര്യമല്ലേ. അന്ന് നിർത്താനായിട്ട് തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ വീർത്ത് 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 വന്നൊരു സിറോസിസിന്റെ ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാം എന്താ സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഒരുപാട് അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷ നേടിയിട്ട് സുഗമമായിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതണിഞ്ഞ്, ചെരുപ്പ് തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു പാദരക്ഷകളൊക്കെ സെലക്ട് ചെയ്തിട്ട് അണിഞ്ഞ് നടക്കുകയാണ് നമ്മുടെ പാതയപ്പം സുഗമമാവുന്നത്. എന്ത് കല്ലുണ്ടെങ്കിലും, എന്ത് മുള്ളുണ്ടെങ്കിലും, എന്ത് കുപ്പിച്ചില്ലുണ്ടെങ്കിലും നമുക്ക് പരിക്ക് പറ്റുന്നില്ല. ദാറ്റ് ഈസ് ബിക്കോസ് നമ്മൾ ഏറ്റവും നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, നമുക്ക് ഏറ്റവും ചേരുന്നതാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് നടത്താനില്ല എന്നുള്ളത് വേറൊരു ഭാഗമാണ്. കാരണം ബിയോണ്ട്, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ബിയോണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ്, ഇതിനും അപ്പുറം, രജനീകാന്ത് ഒക്കെ പറയുന്നത് അതുക്കും അപ്പുറം വേറെ വല്ലതും ഉണ്ടോ? ഈ നമുക്ക് എനിക്ക് ഈ കരുതൽ തരുന്നതായിട്ടും എനിക്ക് സംരക്ഷിക്കുന്നതായിട്ടും എനിക്ക് സുഗമമായൊരു ജീവിതം തരുന്നതായിട്ടും സന്തോഷമൊക്കെ പ്രദാനം ചെയ്യുന്നത് ആൽക്കഹോളിക്സിന്റെ അപ്പുറത്ത് വേറെ വല്ലതും ഉണ്ടോ എന്നൊക്കെയുള്ള ഈ ഇതൊക്കെയാണ് നെറ്റൊക്കെ എടുത്ത് തപ്പി അടിച്ചൊക്കെ നോക്കാറൊക്കെ ഉണ്ട് ചില സമയങ്ങളിലൊക്കെ. അത് ഒരു കണക്കിന് പറഞ്ഞാൽ അതൊരു ആർത്തിയുടെ ഭാഗമാണ്, അതൊരു അത്യാഗ്രഹത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ സുബോധാവസ്ഥ പോരാ, കുറച്ചുകൂടെ നല്ല സുബോധാവസ്ഥ വേറെ വല്ലവരും പറഞ്ഞു തരാനുണ്ടോ എന്നൊക്കെയുള്ളൊരു ചിന്ത. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ആ മാരകപാപങ്ങളിൽ പെട്ടൊരു സാധനമാണ് അത്. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കയ്യിലുള്ള സാധനത്തോടൊരു വിലക്കുറവ്, കയ്യിലില്ലാത്ത സാധനത്തോടുള്ള ആഗ്രഹം, അത്യാഗ്രഹം, ഇതൊക്കെ കൂടപ്പുറപ്പായിട്ടാണ് എനിക്കൊക്കെ പറ്റിയിട്ടുള്ളത്. എൻ്റെ കൂടെ ഇതൊക്കെ എപ്പോഴും കൊണ്ടു നടക്കേണ്ട വരുന്നുണ്ടല്ലോ എന്ന് ചിലപ്പോൾ തോന്നും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് തോന്നാൻ കാരണം എന്താ വെച്ചാൽ അകത്തോട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അല്ലാത്തവർക്ക് ഒരു പ്രശ്നമില്ലല്ലോ. നമ്മൾ ഈ ഫോർത്ത് സ്റ്റെപ്പ് ഒന്നും ചെയ്യാതെയൊക്കെ നടക്കുന്നവർക്ക് ഒരു പ്രശ്നവും വരുന്നില്ല. പക്ഷെ നമ്മൾ ഇതിലേക്കൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മളെ പഠിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ പോലും അറിയാത്തൊരു മറ്റൊരു നമ്മൾ അകത്തുണ്ട് എന്ന് മനസ്സിലാകും. ആ ചെങ്ങായിനെ, അയാളെ നമുക്ക് മുഖത്തോട് മുഖം നോക്കുമ്പോൾ ആദ്യം അറപ്പൊക്കെ എനിക്ക് തോന്നും. ഇത്രയും വൃത്തികെട്ട ഒരു സാധനമാണല്ലോ എൻ്റെ അകത്തിരിക്കുന്നത്. ഒരു നമ്മൾ പറയത്തില്ല, ഈ മറ്റേ സയൻസ് ഫിക്ഷൻ മൂവിയൊക്കെ കാണുന്ന സമയത്ത് ഏലിയൻസ് ഒക്കെ ഇല്ലേ, സൈസ് വികൃത രൂപമൊക്കെ ആയിട്ട്, അതുപോലെയൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. സത്യമായിട്ടുണ്ട്. അതെനിക്ക് ഇയാളെയും വേറിയിട്ടാണല്ലോ ഞാൻ ഈ കാലം അത്രയും നടന്നേ. ഞാനല്ലാത്ത മറ്റൊരാൾ എൻ്റെ അകത്ത്, അത് ഒരു വൃത്തികെട്ട സത്വം പോലത്തെ ഒരു സാധനം. അതിനെയൊക്കെ ഒന്ന് മെരുക്കിയെടുത്തിട്ട് ഒരു മനുഷ്യക്കോലത്തിലേക്ക് ആക്കി കൊണ്ടുവരാനായിട്ട് ആണ് നമ്മൾ പറയുന്നത്. അതാണ് ബുക്കിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ച് കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയല്ല പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആ പ്രക്രിയ ഈസി അല്ല. നമ്മൾ കീപ് ഇറ്റ് സിമ്പിൾ എന്നുള്ള നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ലോഗനാണ്.
കീപ് ഇറ്റ് സിമ്പിൾ എന്നുള്ള അത് പറയുമ്പം തന്നെ ലളിതമാക്കി വെക്കുക എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പം തന്നെ അതെന്തുകൊണ്ട് പറയേണ്ടി വന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം പലതും ലളിതമല്ല എന്നല്ല, എളുപ്പമല്ല. കീപ്പ് ഇറ്റ് സിമ്പിൾ എന്ന് നമ്മൾ പറയുന്നത് ലളിതമാക്കി വെക്കാൻ പറയുമ്പോൾ ചില കാര്യങ്ങളൊന്നും എളുപ്പമല്ല എന്നുള്ളത് അങ്ങനത്തെ ഒരു അന്തർധ്വനി ആ സ്ലോഗനിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതത്രയൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളെ സഹസ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ബോബ് ഊന്നിപ്പറഞ്ഞത് ഈ കാര്യം. അദ്ദേഹത്തിൻ്റെ ബിൽ ഡബ്ല്യുമായിട്ടുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയിൽ ഡോക്ടർ ബോബ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബിൽ വൈ ഡോണ്ട് വി കീപ്പ് ഇറ്റ് സിമ്പിൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവര് അദ്ദേഹത്തിന് നമ്മൾ ഡോക്ടർ ബോബിന് വയ്യായ്മ അല്ലാതെ കൊളോണിൽ അവിടെ കണ്ടോ ക്യാൻസറൊക്കെ വന്നിട്ട് മരിക്കും എന്നുള്ള ഏകദേശം ഉറപ്പാക്കിയ സമയത്താണ് 1950 നമ്മളെ ആദ്യത്തെ കോൺഫറൻസ്, ഇന്റർനാഷണൽ കോൺഫറൻസ് എവിടെയായിരുന്നു? ക്ലീവ്ലാൻഡിൽ നടക്കും, ഒഹായോയിൽ, അമേരിക്കയിൽ. അപ്പൊ അത് നടക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാവില്ല ആഗ്രഹം കോ ഫൗണ്ടറും കൂടെ വരണം എന്നുള്ളത്. നോക്കിയപ്പോ അദ്ദേഹത്തിന് ഒട്ടും തന്നെ വയ്യ. എന്നിട്ടും വന്നു അദ്ദേഹം. എനിക്ക് എങ്ങനെ ഞാൻ വരാതിരിക്കും നമുക്ക് ചോദിച്ചു. കാരണം ഫസ്റ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് അയാൾ വയ്യാതിരിക്കുന്ന ആൾ ഇവിടെ വന്നു. പക്ഷെ സംസാരിക്കാൻ അധികം സാധിച്ചില്ല. പക്ഷെ ഏറ്റവും ഊന്നൽ കൊടുത്ത കാര്യം ഇതായിരുന്നു, കീപ്പ് ഇറ്റ് സിമ്പിൾ. അപ്പൊ മൂപ്പര് അവിടെ എലോബറേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ ഫ്രോയിഡിയൻ കോംപ്ലക്സുകളിലൊക്കെ പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അതൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പല രോഗ അവസ്ഥകളെ പറ്റിയിട്ടും ഒക്കെ പറയുമ്പം പല പല സൈക്കോളജിക്കൽ കോംപ്ലക്സസ് കുറേ ഉണ്ടല്ലോ. ഇഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിനെ അങ്ങോട്ട് കൊടാമറിച്ചിൽ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ബുദ്ധിയിൽ തിരിച്ചത്. അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ വലിയ 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 പ്രബന്ധ ഭാഷയിലൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്? ഇല്ല. ഇത് നമ്മൾ സാധാരണ മനുഷ്യരുടെ ഭാഷയിൽ ആണ് ഏറ്റവും നല്ലത് അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ സമ്പ്രദായം തന്നെ കമ്മ്യൂണിക്കേഷനാണ്. ഒരാൾ മറ്റൊരാളോട് അയാളുടെ വിഷമങ്ങളോ അയാളുടെ സന്തോഷങ്ങളോ തുറന്നു പറയുന്ന സമയത്ത് ലഭിക്കുന്ന എന്തോ ഒന്ന്, അതല്ലേ സുബോധം. നമ്മൾ ഇത്രയും കാലം അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1935 മുതൽ ഇപ്പൊ 90 കൊല്ലം ആവാൻ പോകും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതും മാത്രമാണ്. ഈ തമ്മാമിലുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംസാരവും പങ്കുവെക്കലും, അതിലൂടെ അതല്ലേ നമ്മളെ തെറാപ്പി എന്നൊക്കെ വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ സാധനം. പക്ഷെ ബോബ് പറഞ്ഞ അതാണ്, യു ഷുഡ് കീപ്പ് ഇറ്റ് സിമ്പിൾ. അല്ലെങ്കിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും എന്നുള്ളത് പുള്ളിക്ക് അന്നേ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ കൊണ്ടു നടക്കുക എന്നുള്ളത് ആ സ്ലോഗന്റെ അന്തസത്തയായിട്ട് നമുക്ക് കണ്ടിട്ട് പെരുമാറേണ്ട ഒരു സാധനം. അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് ഈ ഇതെന്താ പറയുക, ബോണസായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡേയിലൂടെ സഞ്ചരിക്കുമ്പോൾ. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷെ വലിയ വലിയ കാര്യങ്ങളെ ഉൾക്കൊണ്ട് ചെറിയ ചെറിയ കാര്യമായിട്ട് അതിനെ രൂപാന്തരപ്പെട്ടിട്ട് നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് കയറ്റി വിടാൻ എളുപ്പമുള്ള ക്യാപ്സ്യൂൾ രൂപത്തിൽ വരുന്ന സ്ലോഗൻസ്. അപ്പം അതൊക്കെ നമ്മൾ ഈ മതിലേൽ ഇങ്ങനെ കാണുന്നതല്ലാതെ അതിനെപ്പറ്റി ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ സാധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. അതൊക്കെ നമ്മൾ മീറ്റിംഗ് ഹാളിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്ന സ്ലോഗൻസിനെ പറ്റിയിട്ട് ഒന്ന് അപ്പോഴല്ലെങ്കിലും അന്നത്തെ ദിവസം വീട്ടിൽ ചെന്നിട്ട് ശേഷമാണെങ്കിലും നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ജസ്റ്റ് കീപ്പ് ഓൺ തിങ്കിങ് അബൌട്ട് ഇറ്റ്. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പല പല ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കുക, ഇന്റർപ്രറ്റ് ചെയ്യുക, അതിനൊന്ന് വിശകലനം ചെയ്യുക. ഭയങ്കര രസമുള്ള പരിപാടി അത്. ഇതെനിക്ക് പറ്റുന്നതാണോ? ആണെങ്കിൽ എങ്ങനെ? ഒരു പ്രത്യേക സ്ലോഗൻ ഇപ്പൊ ഇത് തന്നെ എടുക്കാം, കീപ്പ് ഇറ്റ് സിമ്പിൾ തന്നെ. അത് എനിക്ക് ചേർന്നതാണോ?
എൻ്റെ സുബോധ ജീവിതത്തെ അതെങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട് ഈ ഒരു കൊച്ചു വാക്ക്, ഈ 3 വാക്കുകൾ ചേർന്ന ഒരു വാചകം. അങ്ങനെയൊക്കെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പ്രയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന് തോന്നും. ഇത് എനിക്ക് പറ്റിയ സാധനമാണെന്ന് തോന്നും. ചിലത് എല്ലാത്തിനും ഒന്നും ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ചിലതൊക്കെ ഇപ്പോഴും ഒരു പിടുത്തം കിട്ടാത്ത സാധനങ്ങളൊക്കെ അത് ദാറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോ വ്യക്തികൾക്കും പലതും ആയിട്ട് പലതിനെയും സ്വീകരിക്കാം. കഴിയാവുന്നതും ഞാനൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മറ്റേയാൾക്ക് ഇഷ്ടമുള്ളത് തന്നെ എനിക്കും ഇഷ്ടപ്പെടണം എന്നുള്ള ആ തോട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. കാരണം ഞാൻ വേറൊരു വ്യക്തിയാണ്, ഒരു ഡിഫറെൻ്റ് ആണ്, യുണീക്ക് ആണെന്നൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല. കാരണം എൻ്റെ ലിവിങ് എക്സ്പീരിയൻസ് തന്നെ വേറെ ഒരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യം. ശരിയാണ്, നമ്മളെല്ലാം കുടിച്ച ആൾക്കാരാണ്, ശരി തന്നെ. പക്ഷെ ലിവിങ് എക്സ്പീരിയൻസസിലും പല സാമ്യങ്ങളുണ്ടെങ്കിലും എല്ലാം സാമ്യമൊന്നുമല്ല. പല വ്യത്യസ്തമായ തലങ്ങളിലൂടെയും പല വ്യത്യസ്തമായ വഴികളിലൂടെയും എത്തിപ്പെട്ടവരാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു സഹ ആൽക്കഹോളിക്കിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എൻ്റെയും ഇഷ്ടവും അനിഷ്ടവുമാണ് ആക്കിയാൽ മാത്രമേ ഞാൻ സുബോധവാനായി നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ചിന്തകളൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വി ഹാവ് അവർ ഓൺ ചോയ്സസ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോയ്സ് പറഞ്ഞതനുസരിച്ച് ജീവിക്കണമെന്നുള്ള ചോയ്സ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ചോയ്സാണ്. അതനുസരിച്ച് ജീവിച്ചാൽ ഏറ്റവും ബെസ്റ്റ്. അതല്ലാതെ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്, കംഫർട്ടബിൾ വിത്ത് ദ ഫെലോഷിപ്പ് ബട്ട് അൺകംഫർട്ടബിൾ വിത്ത് ദ പ്രോഗ്രാം. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ എനിക്ക് അത് അത്ര കൃത്യമായിട്ട് അറിയില്ല. ചിലപ്പം ആരുടെയെങ്കിലും ഒക്കെ ഷെയറിങ് ഒക്കെ കേട്ടതൊക്കെ ആയിരിക്കും. പലരും ഈ 4-ാം പടി അവിടെയാണല്ലോ നമ്മൾ എത്തിയത്. 4-ാം പടി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പടിയാണ് എന്നൊക്കെയുള്ള എന്തൊക്കെയോ പുകയൊക്കെ ഇങ്ങനെ കമ്മ്യൂണിറ്റിക്കകത്തോടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. പക്ഷെ ഇത് വെറും ശുദ്ധമായൊരു അബദ്ധമാണെന്നുള്ളതാണ്. അങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമല്ല. നമ്മൾ ഇരുന്ന് ശ്രദ്ധാപൂർവം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പടിയാണത്. അല്ലാതെ അതിനെ നമുക്ക് കീറാമുട്ടിയായിട്ടൊന്നും കാണേണ്ട ഒരു കാര്യമില്ല. അങ്ങനെയൊക്കെ കുറേ മിഥ്യകൾ നമുക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ലൈക്ക് അനദർ സ്റ്റെപ്പ്. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുള്ള എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 കൊല്ലം കഴിഞ്ഞിട്ട് പടികൾ ചെയ്യാൻ തുടങ്ങിയാൽ മതി. നമുക്കറിയില്ലല്ലോ ഇത് എന്താ പരിപാടി. അപ്പം ഞാൻ വിചാരിച്ച അങ്ങനെയായിരിക്കും സംഭവം എന്ന് വിചാരിച്ചു. പക്ഷെ ഒരാഴ്ച പോലും കഴിഞ്ഞില്ല, എനിക്ക് വ്യക്തമായ കറക്റ്റ് മെസ്സേജ് കിട്ടി. വന്ന് നീ ഇവിടെ വന്ന് കാല് കുത്തിയതിൻ്റെ അപ്പം തന്നെ നീ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു ബൈജു എന്നാണ്. യു ഹാവ് അഡ്മിറ്റഡ് യു ആർ പവർലെസ് ഓവർ ആൽക്കഹോൾ എന്നുള്ളത് നീ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ മുറിക്കകത്തേക്ക് നീ കയറുമ്പോൾ തന്നെ നീ അഡ്മിറ്റൻസ് ആയിട്ടാ കയറുന്നത്. യു ഹാവ് ഡൺ യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. അപ്പോഴേ നമ്മൾ ആലോചിക്കുന്നേ, 1 കൊല്ലമൊന്നും കാത്തിരിക്കണം എന്നില്ല. അയാൾ പറഞ്ഞത് കേട്ട് ഞാൻ ഇരിക്കുകയാണെങ്കിൽ, അയാൾ ഇട്ടോളാൻ പറഞ്ഞു തന്നെ ആ ചെരുപ്പ് ഇട്ടോണ്ട് ഞാൻ നടക്കുകയാണെങ്കിൽ എൻ്റെ കാലിലടി പൊട്ടുമെന്നല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. അപ്പൊ അവിടുന്ന് എനിക്ക് പറ്റിയ ചെരുപ്പ് വേറൊരാൾ കൊണ്ട് തന്നു എന്നുള്ളത്. അപ്പൊ അതിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമാധാനമായി. എന്താ പറയുക, ഒരു ആശ്വാസം കിട്ടി. ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു സന്നദ്ധതയൊക്കെ ഉണ്ട്. ആ സന്നദ്ധതയാണ് 1 കൊല്ലം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇല്ലാതായി. അതൊരു ട്രാജിക്കാണത്, വളരെ ട്രാജിക്കാണ്. അപ്പൊ അതുപോലത്തെ ഇങ്ങനെ കുറെ ടോക്സിക് ആയിട്ടുള്ള വർത്തമാനങ്ങളും നമുക്ക് കേൾക്കേണ്ടി വരും. അവിടെയും ചോയ്സ് ഇസ് യോഴ്സ്. ഏത് ചെരുപ്പ് എടുക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അത് നമുക്ക് ചേരുന്നത് എടുക്കുക, അത്രയേ ഉള്ളൂ. പിക്കപ്പ് എന്ന് പറഞ്ഞത്
റാൻഡം പിക്കപ്പ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് തെറ്റുകൂടാണ്ട് നമുക്ക് ചേരുംപടി നമ്മൾ എടുക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവരും പറയുന്ന കാര്യങ്ങളും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ യു മൈറ്റ് ഫോൾ, അങ്ങനെയല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ എത്തിപ്പെടും. കാരണം ഇതെല്ലാം മൊത്തത്തിൽ നടക്കുന്ന തലയ്ക്കകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ഈ ചിന്ത ആണല്ലോ മൊത്തം നടക്കുന്നത്. ഈ ഈ തലയ്ക്കകത്ത് നടക്കുന്ന സംഭവത്തിനകത്തേക്ക് ഒരു കരടെത്തി കിട്ടിയാൽ ആകെ കൂടി പ്രശ്നമാവും. കഴിയാവുന്നതും നമ്മളത് അരിച്ചു പെറുക്കി തന്നെ വേണം ഇതിനകത്തുനിന്നും നമ്മൾ എടുക്കാനായിട്ട്, സാധനങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. എല്ലാവരും പറയുന്നത് കേട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിനകത്ത് ഈ എന്തോ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, ബ്ലീഡിങ് ഡീക്കൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ടാവും. സ്പോൺസറായിട്ട് വരാനായിട്ട് തയ്യാറുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷെ അവിടെയും നമുക്ക് ചേരുന്ന ചെരുപ്പ് ഏതാന്ന് നമ്മൾ നോക്കണം. നമുക്ക് ചേരുന്ന ഒരു സ്പോൺസർ ആരാണെന്ന് നമ്മൾ കണ്ടെത്തുക തന്നെ. വരുന്നവരെ എല്ലാം നമ്മൾ പിടിച്ചിട്ട് അല്ലെങ്കിൽ ആദ്യം വരുന്ന ആൾ തന്നെ നമ്മൾ സ്പോൺസറാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അബദ്ധത്തിലായിരിക്കും. മേക്ക് എ ചോയ്സ്. നമുക്കറിയാലോ ഒരാൾക്കാരുമായിട്ട് പെരുമാറുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് മനസ്സിലാവും ഒരാളെ നമുക്ക് പറ്റിയതാണോ, നമുക്ക് ഗുണം പറഞ്ഞു തരുന്ന ആളാണോ, അയാൾക്ക് അത് പറഞ്ഞു തരാനുള്ള പ്രാപ്തി ഉണ്ടോ എന്നൊക്കെ ഒന്ന് വിലയിരുത്തിയതിനൊക്കെ ശേഷം മാത്രം സ്പോൺസറെ സെലക്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഈ ആദ്യം വരുന്നവരെ സ്പോൺസർ വേണമെന്നല്ലേ പറഞ്ഞ സ്പോൺസർ വന്നോട്ടെ, ആ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ യു വിൽ ഫോൾ ഇൻ ടു ഡിഫിക്കൽട്ടീസ്. അവിടെയൊക്കെ നമ്മൾ ആ സെലക്ഷനൊക്കെ സൂക്ഷ്മതയോടുകൂടി തന്നെ ചെയ്യണം. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്, ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പഴയ കാലങ്ങളിൽ തെറ്റുകൾ മാത്രം വരുത്തിയ ആൾക്കാരാണ്. അപ്പം സോബർ ലൈഫിലെങ്കിലും നമ്മളുടെ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ നേരാവണ്ണം എടുക്കാനായിട്ട് ശ്രമിക്കണം. അത്രയേ ഉള്ളൂ കാര്യം. കാരണം നമ്മൾ പടുകുഴിയിൽ വീണതാ, ഈ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ട് കുഴിക്കകത്ത് ചെന്ന് ചാടിയിട്ടുള്ള. അപ്പം അതൊക്കെ പാഠങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. ഒന്നും മറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലർ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പാസ്റ്റൊക്കെ അങ്ങ് മറന്നുകളാം, ഫൊഗറ്റ് എവറിത്തിങ്. അത് ശരിയാണ്. നമ്മളെ എന്തോന്നാ പറയുന്ന പുതിയൊരു പിള്ളേരെയൊക്കെ വാർത്തെടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ, എന്താ അതിന് പറയുന്നത്, നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്ത് ഫീൽ ഗുഡ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന പരിപാടികൾ. അതിലൊക്കെ പറയുന്നത് ഈ പഴയത് ഡോണ്ട് തിങ്ക് അബൌട്ട് യുവർ പാസ്റ്റ് എന്നുള്ള. തെറ്റാണത്. പാസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ മറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അപകടമാണത്. ആസ് ഫാർ ആസ് എൻ ആൽക്കഹോളിക് ഈസ് കൺസേൺ, ഞാൻ കുടിച്ച് നടന്ന കാലത്ത് ഞാൻ അനുഭവിച്ച യാതനകൾ മറന്നു പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത കുടിയിലേക്ക് പ്രവേശിക്കാൻ പ്രാപ്തനായി എന്നുള്ളതാണ്. അപ്പൊ ദാറ്റ് ഷുഡ് ഓൾവേസ് ബി ഇൻ യുവർ മൈൻഡ്. കുടിച്ചു നടന്ന കാലത്ത് ഞാൻ അനുഭവിച്ച വ്യഥകൾ, ഞാൻ അനുഭവിച്ച ദുരന്തങ്ങൾ, അത് അവിടെ വേണം. അത് നമ്മുടെ ഒരു വലിയൊരു പാഠപുസ്തകം തന്നെയാണ്. അതാണ് നമ്മളെ ഒരു അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നമ്മളെ അനുഭവങ്ങൾ ആയിട്ട് മാറും. അത് നമ്മുടെ മൂലധനമാണ്. ഇറ്റ്സ് അവർ ക്യാപിറ്റൽ, ആ എക്സ്പീരിയൻസ്. എനിക്ക് എൻ്റെ ആ 10-25 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓരോ കാര്യങ്ങളും ഇപ്പൊ ഞാൻ അത് റീകലക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കാൻ പാടില്ല. മറന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയാം അത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ നേരത്തെ ഞാൻ വായിച്ച ആ 7 മാരകപാപങ്ങളിൽ പെട്ട സാധനങ്ങളൊക്കെ പൊന്തി വരാൻ തുടങ്ങും. അതൊക്കെ മറന്നു കഴിഞ്ഞാൽ ഈ അഹങ്കാരം വരും. നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സുബോധാവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്ന സുഖവും സന്തോഷവും ഒക്കെ മാത്രം കണ്ണിൽ കണ്ടിട്ട് പോകുന്ന സമയത്ത് അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ നിരാകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലെങ്കിൽ വേറൊരു നഷ്ടബോധം സംഭവിച്ചു എന്ന് ഒട്ടും തോന്നണ്ട. അയ്യോ, എൻ്റെ 10-20 കൊല്ലം ഞാൻ കൊണ്ട് നശിപ്പിച്ചില്ലേ എന്നുള്ള തോന്നലിന് ഒരു പ്രസക്തിയില്ല കേട്ടോ. അത് നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞു, അവന് ഇത്ര കാലം അവന് ഇഴഞ്ഞു നടക്കുകയായിരുന്നു,
അവന്റെ ചെറുപ്പം യൗവനം മുഴുവൻ കൊണ്ട് നശിപ്പിച്ചു എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ. അത് കേട്ടിട്ട് ഇപ്പൊ എനിക്ക് ചിരിയാ വരുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ. എവിടെ നശിപ്പിച്ചു എന്നാ ഈ പറയുന്നത്? അതുപോലത്തെ അനുഭവങ്ങൾ ഈ പറയുന്ന ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ശരിയാണ്, തിക്താനുഭവങ്ങൾ തന്നെയാണ്, വളരെ മോശം പിടിച്ച അനുഭവങ്ങൾ. പക്ഷെ അനുഭവങ്ങളായിരുന്നു. അത് നമ്മുടെ കൈമുതലായിട്ട് ഇരിപ്പില്ലേ? പിന്നെ നമ്മൾ പിന്നെ വഴി തെറ്റാനായിട്ടുള്ള സാധ്യത എത്രയോ കുറവാണ് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ. അടുത്ത കുടിയെ പറ്റിയിട്ടുള്ള ചിന്ത വരുമ്പം ഇഴഞ്ഞു നടന്ന ബൈജുവിനെ പറ്റി ഞാൻ ആലോചിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ എത്തിയതും അല്ലെങ്കിൽ കണ്ടവന്റെ അടുത്ത് അടി വാങ്ങിയ ബൈജുവിനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കുടിയെ പറ്റി ചിന്തിക്കാൻ പോലും തോന്നൂല. അപ്പൊ ഇതെല്ലാം നമ്മുടെ മൂലധനമായിട്ട് കണക്കാക്കുക ഈ എക്സ്പീരിയൻസിനെ. അതാണ് നമ്മൾ അവിടെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതൊന്നും മൊത്തത്തിൽ അങ്ങോട്ട് മറന്നു കഴിഞ്ഞാൽ അത് നിരാകരിക്കുന്നതിന് സമാണ്. ഈ മറവി എന്ന് പറയുന്നൊരു ഒരേ സമയത്ത് ഒരു ബോണാണ്, ഒരു ഇതാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മറവി കൊണ്ട് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ പക്ഷെ മറക്കാൻ പാടില്ലാത്തത് ആണ്. ആൾക്കാർ പറയുന്ന കേൾക്കല്ലോ, ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ് എന്നൊക്കെ പറയും. നമ്മൾ പണ്ട് ചെയ്ത് തീർത്തിട്ട് ഒരുപാട് തെറ്റുകളും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ആൾക്കാർ. അപ്പൊ ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ് എന്ന് പറയുന്നത് ഫോർഗീവ് ചെയ്യാം, പക്ഷെ ഫോർഗെറ്റ് ചെയ്യാൻ പറയുന്നതിൽ വലിയ കാര്യമില്ല. വൺസ് യു സ്റ്റാർട്ട് ഫോർഗെറ്റിംഗ് യുവർ പാസ്റ്റ്, യു കീപ് ഓൺ റിപ്പീറ്റിംഗ് യുവർ സിൻസ്. അത് പിന്നെയും നമ്മൾ ആവർത്തിക്കാൻ സാധ്യത കൂടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള നമ്മളെ യാത്രയുടെ സമയത്ത് നമുക്ക് മാക്സിമം ഇതിൽ നിന്നുള്ള ഓഫേഴ്സ് സ്വീകരിക്കുക, അതിന് എപ്പോഴും സന്നദ്ധരായിരിക്കുക എന്നുള്ള ആ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പുതിയ പുതിയ ഐറ്റം നമ്പേഴ്സൊക്കെ എന്നിങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ള. ഇതുവരെ ലഭിക്കാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ഈവൻ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ 4th സ്റ്റെപ്പ് ഒക്കെ ഒത്തിരി തവണയൊക്കെ ചെയ്തിട്ടില്ല, പക്ഷെ ഓരോ തവണ ചെയ്യുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ പുതിയതൊക്കെ അതിൽ നിന്ന് കിട്ടുന്നു. പിന്നെ ഒരു അനുഭൂതി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിദ്വേഷമൊക്കെ ഉള്ള ആൾക്കാരുടെ ആ പേരും വിവരമൊക്കെ എഴുതി വെക്കുന്ന ഇപ്പൊ കുറഞ്ഞു 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 വരാം. ആദ്യമായിട്ട് 4th സ്റ്റെപ്പ് ഞാൻ പറഞ്ഞില്ലേ, അതിൽ വന്ന ഉടനെ തന്നെ ഞാൻ ചെയ്തു. ആ സമയത്തൊക്കെ ആ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ വലിയ ലിസ്റ്റൊക്കെ ആയിരുന്നു. കള്ളിയൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു, എന്നെ പഠിപ്പിച്ചു തന്നാണ് എൻ്റെ അവിടുന്ന്. അപ്പോൾ ആ കള്ളിയൊക്കെ വരച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് കള്ളിക്ക് പുറത്തേക്കാ പോകുന്നത് എൻ്റെ ആൾക്കാരുടെ പേരും സ്ഥാപനങ്ങളുടെ പേരും ഒക്കെ. ഇന്ന് അത് എത്രയോ കുറയുന്നുണ്ട്, പക്ഷെ തീർന്നിട്ടില്ല. ഇപ്പോഴും എഴുതാനുണ്ട്. ഇപ്പോഴും എഴുതുമ്പോഴും കുറഞ്ഞത് ലാസ്റ്റ് ഞാൻ ചെയ്യുന്ന സമയത്ത് 5 പേരുടെ ഇതൊക്കെ വരേണ്ട വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഈ കാലം അത്രയായിട്ട് ഇതൊക്കെ എന്താ പോകാത്തതെന്ന്. അവിടെയാണ് നമ്മുടെ റിയാലിറ്റി ഫാക്ടർ കളിക്കുന്നത്. കാരണം നമ്മൾ അത്രയും സത്യസന്ധമായിട്ടാണ്, അല്ലേ, നമ്മൾ പേടിയില്ലാതെയാണ് അത് 4th സ്റ്റെപ്പ് ചെയ്യുന്നത്. അത് ഭയം കൂടാതെയാണ്. ആ ഒരു ചെയ്യുന്ന സമയത്ത് എവറിഥിങ് ബിക്കംസ് ക്ലിയർ ടു യു. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നു എന്നുള്ളത്. ആ സമയത്താണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ വാക്ക് അനുഭൂതി എന്ന് പറയുന്ന ആ സാധനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതുവരെ കിട്ടാത്ത ചിലതൊക്കെ ഓരോ തവണ സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും കിട്ടിക്കൊണ്ട് ആ അനുഭൂതി അനുഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വല്ലാത്തൊരു സുഖം ഒക്കെ ഉണ്ട്. ഒരു സുഖമുണ്ട്, ഒരു ലാഘവത്വമുണ്ട്, ഒരു മതിപ്പ് വരെയുണ്ട്. ഈ അഹങ്കാരം എന്ന് പറഞ്ഞ സാധനമല്ല ഞാൻ പറയുന്നത്, ഒരു മതിപ്പൊക്കെ തോന്നും. എനിക്ക് എന്നെ തന്നെ സ്വയം ഇങ്ങനെ പുറത്ത് തട്ടാനൊക്കെ തോന്നിയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ പിഴുതെറിയുന്ന സമയത്ത്. ആ പിഴുതെറിയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേദനാജനകമായിരിക്കും. എന്നുവെച്ചാൽ അങ്ങനെയാണല്ലോ, അതിന്റെ വേരടക്കം പിഴുത് നമ്മൾ മാറ്റി കളയുക അതിനെ. പക്ഷെ അത് പോയി കഴിഞ്ഞാൽ ഈ വൃത്തികെട്ട വികാരങ്ങൾ പോയി കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട്. നമ്മുടെ ഈ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ട്യൂമറിന്റെ ഒക്കെ സർജറി കഴിഞ്ഞിട്ട് അത്രയും കാലം അവരുടെ
അകത്തൊക്കെ ഇരിക്കുന്ന ആ ഒരു വലിയൊരു ട്യൂമർ എടുത്ത് റിമൂവ് ചെയ്തതിന് ശേഷം അവർക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. അത് അത് പറഞ്ഞാൽ തീരാത്ത. ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഞാൻ ഇത്രയും ഭംഗിയായിട്ട് ശ്വസിച്ചിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് മുഴുവനൊന്നും ശ്വാസം കിട്ടാറില്ല. എൻ്റെ ഒരു വാൾവ് വളരെ മോശമായിരുന്നു. അത് ഞാൻ മാറ്റി വെച്ചു. അത് ആ വാൾവ് റീപ്ലേസ് ചെയ്തപ്പം ഇങ്ങനെയും ശ്വാസം എടുക്കാമല്ലോ എന്നുള്ള ഒരു അനുഭൂതി തന്നെയാണ്. അതുപോലെ തന്നെ ഫുട്സ്റ്റെപ്പിന്റെ സമയത്ത് നമ്മൾക്ക് അകത്തുനിന്ന് വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്തങ്ങ് തിരിച്ചറിയുന്ന സമയത്ത് ആ സ്പേസ് ഉണ്ടാവുക, ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അനാവശ്യ കാര്യങ്ങൾ എടുത്ത് തട്ടി കളയുമ്പോൾ ഈ സ്പേസിനകത്തേക്ക് കയറി വരുന്നൊരു നല്ല തണുത്തൊരു കാറ്റുണ്ട്. പിന്നെ ആ സ്പേസ് നമുക്ക് നന്മ കൊണ്ട് നിറയ്ക്കാനുള്ളൊരു വലിയൊരു സ്പേസ് ആയിട്ട് മാറുകയാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡ് ഓഫ് എ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിടാതെ കെട്ടിപ്പിടിച്ചു കൊണ്ട് നടക്കാൻ തോന്നാറ്, ഭയങ്കര പ്രണയമൊക്കെ തോന്നാറുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ്. അത് ദാറ്റ്സ് ഓൺലി ബിക്കോസ് നമുക്ക് ഇന്നേ വരെ ലഭിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങൾ ലഭിച്ചപ്പം ആ ഒരു നന്ദി സൂചകമായിട്ട് കൂടിയാണ് ഇന്നത്തെ ദിവസം പോലും ആ നന്ദി സൂചകമുണ്ട്. അതും പറഞ്ഞിട്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബൈച്ചേട്ടാ, താങ്ക് യു. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഓരോ പടികളിലെയും കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ച് നമ്മളോട് പറയുമ്പോൾ അത് മനസ്സിലേക്ക് കടന്നു വരും എല്ലാവർക്കും. അത് വലിയ ഉപകാരമായി മാറുന്നു. അതിന് വളരെയധികം നന്ദിയുണ്ട്. ഇത്രയും സമയം തരുന്നതിന് ബൈച്ചേട്ടന് ആയുസ്സും ആരോഗ്യവും സുബോധത്തിൻ്റെ നല്ല നാളുകളും ജീവിതകാലം മുഴുവൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മിഡ്നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും ആർക്കെങ്കിലും മുമ്പോട്ട് വന്ന് ഇതിനെക്കുറിച്ച്